ജനങ്ങളുടെ കയ്യിൽ നേരിട്ട് പണം എത്തിക്കുന്ന ക്ഷേമ പദ്ധതികൾ മൂന്നാം ഭരണം ഉറപ്പിക്കുമെന്ന കണക്കുകൂട്ടലിൽ ഭരണമുന്നണി. ഇവ ഗിമ്മിക്കും തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടുമെന്ന് പുച്ഛിക്കുകയാണ് പ്രതിപക്ഷം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ നടത്തിയ പ്രഖ്യാപനങ്ങൾ എങ്ങനെ നടപ്പാക്കുമെന്ന ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുന്നു. എന്തുകൊണ്ട് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കാൻ അവസാനത്തെ 6 മാസം വരെ കാത്തിരുന്നു എന്നാണ് കോൺഗ്രസ് ചോദിക്കുന്നത്. ക്ഷേമ പെൻഷൻ മുൻകാല പ്രാബല്യത്തോടെ 2500 രൂപയാക്കണമെന്ന് KPCC പ്രസിഡന്റ് ആവശ്യപ്പെടുകയും ചെയ്തു. ക്ഷേമം വഴി വോട്ട് വരുമോ? ഈ ചർച്ചയിൽ ശ്രീ KS അരുൺകുമാർ, CPM ശ്രീ VR അനൂപ്, കോൺഗ്രസ് ശ്രീ ശങ്കുട്ടിദാസ്, BJP എന്നിവർ. ആദ്യം ശ്രീ അരുൺകുമാർ, ഇത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണോ? ഒരു സിനിമയിൽ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ജഗദീഷ് ശ്രീകുമാർ ഒപ്പിന് കുപ്പി എന്ന് പറയുന്നുണ്ട്. ഒപ്പിട്ട് കൊടുക്കണമെങ്കിൽ കുപ്പി കൊടുക്കണം എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോ വോട്ടിന് പെൻഷൻ പദ്ധതിയാണോ? ഇവിടെ പ്രകടന പത്രിക എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നാൽ അവരുടെ ഭരണ കാലയളവിൽ ചെയ്ത് പൂർത്തീകരിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം 5 കൊല്ലമാണല്ലോ നമ്മുടെ ഒരു ഭരണ കാലാവധി. ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ ഞങ്ങളുടെ പാർട്ടി അധികാരത്തിൽ വന്നാൽ, ഞങ്ങളുടെ മുന്നണി അധികാരത്തിൽ വന്നാൽ ഇന്ന മേഖലകൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് ഇന്ന കാര്യങ്ങൾ നടപ്പാക്കും എന്നതാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ 14 ജില്ലയിലും സഞ്ചരിച്ച് വിവിധ മേഖലകളിലെ ജനങ്ങളുമായിട്ട് സംവദിച്ച് ഒരു നവകേരളം നിർമ്മിക്കണം, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. ജനങ്ങൾ അവ പങ്കുവച്ചു, ചിലവർ എഴുതി കൊടുത്തു. അത്തരം ആശയങ്ങളെ കൂട്ടിയോജിപ്പിച്ച് 600 കാര്യങ്ങൾ അടങ്ങുന്ന പ്രകടന പത്രിക പുറത്തിറക്കി. ആ 600-ൽ 580 കാര്യങ്ങളും നടത്തി പൂർത്തീകരിച്ച് ആ 5 വർഷത്തിനുള്ളിൽ 5 പ്രോഗ്രസ് റിപ്പോർട്ടുകൾ പുറത്തിറക്കി. നമുക്കറിയാം എന്തൊക്കെയാണ് പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടത്, എന്തൊക്കെയാണ് കൃത്യമായി നടപ്പാക്കിയത് എന്നതിനെ കുറിച്ച് ഈ 5 പ്രോഗ്രസ് റിപ്പോർട്ടുകൾ സമയത്ത് ഇതേപോലെ തന്നെ ക്യാഷ് ട്രാൻസ്ഫർ ആണല്ലോ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. DBT സ്കീമുകളാണല്ലോ പ്രഖ്യാപിച്ചിരിക്കുന്നത്, ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ ആ പദ്ധതികളെ കുറിച്ച് തന്നെ നമുക്ക് ചർച്ച ചെയ്താൽ, കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് എല്ലാ വർഷവും 100 രൂപ വീതമാണ് ക്ഷേമ പെൻഷൻ കൂട്ടിയത്. അങ്ങനെയാണ് 1600-ൽ അവസാനത്തെ വർഷം എത്തിയത്. നോക്കൂ, ഇതിപ്പോൾ ഒറ്റയടിക്ക് കൂട്ടിയിരിക്കുകയാണ് 400 രൂപ. എന്തുകൊണ്ടാണ് ഓരോ വർഷവും 100 രൂപ വെച്ച് കൂട്ടായിരുന്നത്, അല്ലെങ്കിൽ 150 രൂപ വെച്ച് കൂട്ടായിരുന്നത്? അപ്പോൾ അന്നേരം ആ ബേർഡൻ എടുത്തു വെക്കാൻ ധനവകുപ്പിന് പറ്റില്ലായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിന് 6 മാസം മുമ്പുള്ളപ്പോൾ പെട്ടെന്ന് ഒറ്റയടിക്കുള്ള പെൻഷൻ കൂട്ടുക വഴി ഞങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം ഡെലിവറി ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അത് എല്ലാ മനുഷ്യരും വിശ്വസിക്കുമോ? അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. നമ്മളത് ശ്രദ്ധിച്ച് തന്നെ പരിശോധിക്കണമല്ലോ. കാരണം 2021-ൽ 900 കാര്യങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തി. ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കി. അങ്ങേക്ക് ഈ പ്രോഗ്രസ് റിപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞ കുട്ടികളുടെ മാത്രമേ നമ്മൾ കേട്ടുള്ള ചരിത്രമുള്ളൂ. നമ്മൾ അതിന് പ്രാധാന്യമില്ലാതെ തള്ളിക്കളയൊന്നും വേണ്ട. 2016-ന് ശേഷമാണ് ഗവൺമെന്റിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് നമ്മൾ കണ്ടത്. അതിൽ ഓരോ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തീകരിച്ചിട്ടാണ് മുന്നോട്ട് പോയത്. പക്ഷേ 2022-ൽ പെൻഷൻ കമ്പനികളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന കേരളത്തിന്റെ കടമെടുപ്പ് തോതിലേക്ക് പെടുത്തിയ ഒരു സാഹചര്യം. അങ്ങനെ വന്നപ്പോൾ 7 മാസം വരെ കുടിശ്ശിക വരുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പൊ നോക്ക്, കുടിശ്ശികയുണ്ടോ? ഈ കഴിഞ്ഞ ഓണത്തിന്റെ സമയത്ത് ഇവിടെ പലരും പ്രചരിപ്പിച്ചത് എന്താ? ട്രഷറി പൂട്ടും, സപ്ലൈകോ അടച്ചു പൂട്ടും, അതുപോലെ തന്നെ പെൻഷൻ കൊടുക്കാൻ കഴിയില്ല, വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കേരളം പോകുന്നു എന്ന. നമുക്കറിയാം കേന്ദ്രത്തിന്റെ ഭാഗമായിട്ട് എക്സ്ട്രാ ഒന്നും കിട്ടിയൊന്നുമില്ല. നമ്മൾ നമ്മുടെ പ്രയോറിറ്റിയിൽ മാറ്റം വരുത്തി. അതോടൊപ്പം തന്നെ കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ക്ഷേമ പദ്ധതികൾക്കുള്ള ഊന്നൽ കൃത്യമായി നമ്മൾ ഊന്നി അതിൽ മനസ്സിലാക്കി പ്രയോറിറ്റിയിൽ മാറ്റം വരുത്തി ഇടപെട്ടു. നമുക്ക് കൃത്യമായി സപ്ലൈക്കോ നിറഞ്ഞു കവിഞ്ഞില്ലേ? പെൻഷൻ 2 ഗഡു അല്ലേ 3200 രൂപ ഓണത്തിന് വിതരണം ചെയ്ത് 21,000 കോടി രൂപയാണ് ഓണത്തിന് മാത്രം ചെലവഴിച്ചത്. അതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചോളം കൃത്യമായ ധനകാര്യ മാനേജ്മെന്റിലൂടെ മുന്നോട്ട് പോകുന്നു. എപ്പോഴും നമുക്കെതിരെ വന്ന ആക്ഷേപം എന്താ? കടമെടുപ്പ് തോതിൽ കേരളം 1ാമതാണ്, ശ്രീലങ്കയുടെ വലിയ കടമാണ്, ശ്രീലങ്കയാകാൻ പോകുന്നു എന്ന രൂപത്തിലാണ്. എന്നാൽ ഇപ്പൊ എന്താ നമ്മൾ മനസ്സിലാക്കുന്നത്? ഈ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ കടമെടുത്ത് നോക്കിയാൽ ആദ്യത്തെ 15 സംസ്ഥാനങ്ങളിൽ കേരളം ഇല്ല എന്ന വസ്തുത നമ്മൾ തിരിച്ചറിഞ്ഞില്ലേ? പല മാധ്യമങ്ങളടക്കം അത് വാർത്തയും കൊടുത്തില്ലേ? ആദ്യത്തെ 15 സംസ്ഥാനങ്ങളിൽ നമ്മൾ ഇല്ല എന്ന് വെച്ചാൽ നമ്മൾ കടത്തിലില്ല. കാരണം കടമുണ്ട്, പക്ഷേ നമ്മുടെ സമ്പത്തും വരുമാനവും ആ കടത്തിന്റെ തോത് വർദ്ധിക്കുന്നതിന്റെ 3 ഇരട്ടിയായി വർദ്ധിച്ചു. ഏത് ജനങ്ങളായാലും കടമെടുക്കും, സ്ഥാപനം അല്ലെങ്കിൽ വാങ്ങിക്കും, പക്ഷെ കടം നമുക്ക് അടച്ചുപൂട്ടാൻ കഴിയും. അത്തരത്തിൽ ഒറ്റ മിനിറ്റ്. അതുകൊണ്ട് കൃത്യമായ ധനകാര്യ മാനേജ്മെന്റോടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി. ഈ പ്രകടന പത്രിക നമ്മുടെ മുന്നിലുണ്ട്. ഇത് 2021-ൽ കൊടുത്ത LDF പ്രകടന പത്രികയാണ്. ഉറപ്പാണ് LDF എന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നടപ്പാക്കിയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യ പൂർത്തീകരണത്തിലേക്കാണ് പോകുന്നത്. ഇനിയും 6 മാസമുണ്ട്. നിങ്ങളുടെ തെരഞ്ഞെടുപ്പത്തി എന്ന് പറഞ്ഞാൽ 6 മാസം ഇനിയും ഉണ്ട്. അതുകൊണ്ട് ഇനിയും വരാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. ഇതിൽ പറഞ്ഞ 900 കാര്യങ്ങളും പൂർത്തീകരിക്കും. നവകേരളത്തെ ഞങ്ങൾ നിർമ്മിക്കും. ഒരു വിജ്ഞാന കേരളമാക്കി കേരളത്തെ ഉയർത്തും. ജനങ്ങളുടെ വാക്കുപാലിക്കുന്ന ഗവൺമെന്റ്
ഗവൺമെന്റായി, ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്ന ഗവൺമെന്റായിട്ട് ഇത് മാറും. യെസ്, ഞാൻ ആ പോയിന്റിലേക്ക് മടങ്ങിയെത്താം. എവിടെ നിന്നാണ് പണം നമ്മുടെ സമ്പദ്സ്ഥിതി അതിന് അനുവദിക്കുന്നതാണോ തുടങ്ങിയ ചോദ്യങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ മടങ്ങിയെത്താം. അതിനു മുമ്പ് ശ്രീ ശങ്കുട്ടി ദാസ്, CSDS ഒരു പോസ്റ്റ് പോൾ അനാലിസിസ്, ഇന്ത്യയിലെ വിവിധ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ പഠിച്ചുകൊണ്ടുള്ള അനാലിസിസ് പറയുന്നത് DBT സ്കീമുകൾ വഴി സർക്കാരിൽ മേലുള്ള സാറ്റിസ്ഫാക്ഷൻ ലെവൽ 4 മുതൽ 5% വരെ വർദ്ധിക്കാം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് അനുകൂലമായി ഒരു 5% ഷിഫ്റ്റ് ഉണ്ടായാൽ തന്നെ അത് വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമായി നമുക്ക് കാണാം. അതായത് ഒരുപാട് സംസ്ഥാനങ്ങൾ ഉദാഹരണമായി നമ്മുടെ മുമ്പിലുണ്ട്. മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ മോശം പ്രകടനമായിരുന്നു NDA മുന്നണി നടത്തിയത് എങ്കിൽ 4 മാസം കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തൂത്തുവാരി ജയിച്ചു. അതിൽ മുഖ്യമന്ത്രി മാജി ലഡ്കി ബഹിൻ യോജന വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു. ജാർഖണ്ഡിൽ ആ നിലവിലുള്ള സർക്കാരിനെ നിലനിർത്താൻ അവർ റീഇലക്ഷന് വേണ്ടി ഏറ്റവും നന്നായി സഹായിച്ചത് മയ്യ സമ്മാൻ യോജനയാണ്. മധ്യപ്രദേശിൽ ശിവരാജ് സിംഗ് ചൗഹാൻ അൺപോപ്പുലറായി നിന്ന സമയത്താണ് ഈ ലാഡ്ലി ബഹിൻ യോജന പ്രഖ്യാപിക്കുന്നത്. ഇതെല്ലാം റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ആ സംസ്ഥാന സർക്കാരുകൾക്കൊക്കെ തുടർഭരണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേരെ പണം വരുന്ന പദ്ധതി, വിശേഷിച്ച് വനിതകളുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്ന പദ്ധതി നല്ല സ്ട്രൈക്ക് റേറ്റ് ഉള്ള, ഇമ്പാക്ട് മേക്കിംഗ് ആയിട്ടുള്ള ഒന്നാണ് എന്ന് ഇതിനോടകം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. അത് തന്നെ കേരള ഗവൺമെന്റ് ഒരു തെരഞ്ഞെടുപ്പിന് മുൻപ് ഫോളോ ചെയ്യുകയാണ്. പ്രതിഫലനം ഉണ്ടാക്കുമോ എന്ന് തോന്നുന്നു? നോക്കൂ, അങ്ങ് ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫറിനെ പറ്റി പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. സാധാരണക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് കേന്ദ്ര സർക്കാരിൽ നിന്നോ സംസ്ഥാന സർക്കാരിൽ നിന്നോ പണം എത്തുക എന്ന് പറയുന്നത് പൊതുജനത്തിന് സർക്കാരിലുള്ള വിശ്വാസം, സർക്കാരിന് ടാഞ്ചിബിൾ ആയിട്ട് അനുഭവവേദ്യമാകുന്ന ഒരു അനുഭവമാണ്. രാജീവ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഗവൺമെൻറ് സാധാരണക്കാരന് വേണ്ടി 1 രൂപ ചെലവഴിക്കുന്ന സമയത്ത് 98 പൈസയും ലോസ്റ്റ് ഇൻ ട്രാൻസാക്ഷനാണ്. ഈ വഴിയിൽ വെച്ച് മധ്യവർത്തികളാണ് അത് ഉപയോഗിക്കുന്നത്. അവസാനത്തെ 2 പൈസ മാത്രമാണ് അതിൻ്റെ യഥാർത്ഥ ഗുണഭോക്താവ് ആവേണ്ട സാധാരണക്കാരന് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മുടെ ഗവൺമെൻറ് സ്പെൻഡിങ്ങിനെ പറ്റി പരമ്പരാഗതമായി പറഞ്ഞിരുന്നൊരു വലിയ ആരോപണമാണ്. ഇത് ഇല്ലാതാക്കിയത് നരേന്ദ്രമോദിയുടെ സർക്കാർ വന്നിട്ടാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ജാം ട്രിനിറ്റി, അതായത് ജൻധൻ അക്കൗണ്ടുകൾ, ആധാർ ലിങ്കിങ്, മൊബൈൽ ഇന്റർനെറ്റ് എന്നീ 3 സംഗതികൾ നരേന്ദ്രമോദി സർക്കാർ ബന്ധിപ്പിക്കുന്നതോട് കൂടിയിട്ടാണ് ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ എന്ന് പറയുന്ന ആശയം സാധാരണക്കാരൻ്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് സർക്കാർ ഫണ്ട് അയച്ചു കൊടുക്കുന്നത്. അത് ആദ്യമായിട്ട് നമ്മൾ പരീക്ഷിക്കുന്നത് കിസാൻ സമ്മാൻ നിധി എന്ന് പറയുന്ന പദ്ധതിയിലാണ്. 6000 രൂപ കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ഗവൺമെൻറ് അയച്ചു കൊടുക്കുന്നു, മധ്യവർത്തികളോ ഇടനിലക്കാരോ ഇല്ലാതെ. ഇത് സാധാരണക്കാർക്ക് ഗവർണൻസിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണത്. നരേന്ദ്രമോദി സർക്കാരിൻ്റെ വലിയൊരു വിജയവുമാണ്, വലിയൊരു സംഭാവനയുമാണ്, സംശയമില്ല. പക്ഷേ ഇവിടുത്തെ ഒരു സാഹചര്യമുണ്ട്. മറ്റുള്ള പല സംസ്ഥാനങ്ങളിൽ ഈ പറയുന്നത് പോലെ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ വർദ്ധിപ്പിക്കുന്നത്, ആളുകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പൈസ അയച്ചു കൊടുക്കുന്നത് അവരുടെ ജീവിത നിലവാരത്തെ വലിയ അളവിൽ മാറ്റുന്നത് കൊണ്ട് തന്നെ സർക്കാരുകൾക്ക് അനുകൂലമായിട്ടൊരു മനോഭാവം അവിടെ ഉണ്ടായിട്ടുണ്ട്. ആ അനുഭവം നമുക്ക് കേരളത്തിലുണ്ട്. 2021 കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ വല്ലാതെ വലഞ്ഞിരുന്നിരുന്ന സമയത്ത് പെട്ടെന്നുണ്ടാവുന്ന ഈ ക്ഷേമ പെൻഷൻ വർധന, ഏതാണ്ട് 50 ലക്ഷത്തോളം ആളുകൾക്ക് അതിൻ്റെ അനുഭവം ഉണ്ടാക്കുന്നത് വലിയ വിമർശനങ്ങൾ നേരിട്ടിരുന്ന, വലിയ വിപ്രതിപത്തി നേരിട്ടിരുന്ന പിണറായി വിജയൻ ഗവൺമെൻറ്റിന് ഒരു തുടർഭരണം ഉറപ്പുവരുത്തുന്നതിൽ 2021 ഈ പറയുന്ന ഡയറക്റ്റ് ബെനിഫിഷ്യറി ട്രാൻസ്ഫേഴ്സ് സഹായിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതേ പരീക്ഷണമായിരിക്കാം അവർ നടത്തുന്നത്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളീയ പൊതുസമൂഹത്തിൻ്റെ ഒരു പ്രബുദ്ധതയും പൊളിറ്റിക്കൽ വിസ്ഡവും വെച്ച് നോക്കുമ്പോൾ അവർ ഈ അക്കൗണ്ടിലേക്ക് പണം വരുന്നത് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട മറ്റ് ചില കാര്യങ്ങൾ കൂടി ആലോചിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒന്ന്, ഇത്തരത്തിലൊരു പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിക്കുന്നതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ കാരണം, എന്തുകൊണ്ട് ഇത് ചെയ്യുന്നു? കാരണം മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം നടപ്പാക്കുക എന്ന് പറയുകയാണെങ്കിൽ 2021 ഫെബ്രുവരി മാസത്തിലാണ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിക്കുന്നത്. ആ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം നടപ്പാക്കാൻ 4 വർഷത്തെ സമയമുണ്ടായിരുന്നു. ആ സമയത്തൊന്നും നടപ്പാക്കിയിട്ടില്ല. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഈ സമയത്താണത് നടപ്പാക്കുന്നത്. 2 മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. LDFിൻ്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുള്ളത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനുകൾ 2500 ആക്കി വർദ്ധിപ്പിക്കും എന്നാണ്. 2500 എന്ന് പറയുന്ന സംഖ്യയിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. 1600 നിന്ന് 2000 എത്തിയിട്ടുള്ളൂ. അപ്പോൾ മാനിഫെസ്റ്റോയിൽ പറഞ്ഞതാണ് എന്നുള്ളത് കൊണ്ടല്ല ഇത് നടപ്പാക്കുന്നത്. ഇവിടെ സർക്കാരിനെതിരെ കടുത്ത ജനവികാരം ഉണ്ടെന്നും പിണറായി വിജയൻ ഗവൺമെന്റിന് ഒരുപക്ഷെ തുടരാനുള്ള സാഹചര്യം കേരളത്തിലില്ലെന്നും ഈ സർക്കാരിനെ എങ്ങനെയെങ്കിലും താഴെ ഇറക്കണം എന്നുള്ള ആഗ്രഹം സാധാരണ മനുഷ്യരുടെ മനസ്സിലുണ്ടെന്നും തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് 2021 പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരു പരീക്ഷണത്തെ റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അവിടെ ആളുകൾ ആലോചിക്കുന്ന ഒരു കാര്യം, ഒന്ന്, എന്തുകൊണ്ട് ഇത് ഇത്രയും കാലം നടപ്പാക്കിയിട്ടില്ല? എന്തുകൊണ്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ട് മാത്രം ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കായിട്ട് ആളുകളെ പണം കൊടുത്ത് വേടിക്കുന്നത് പോലെ കേവലം 400 രൂപ അധികം കൊടുത്താൽ വേടിച്ചെടുക്കാൻ കഴിയുന്നതാണോ മലയാളികളുടെ വോട്ട് എന്ന് പറയുന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് പൊതുസമൂഹത്തിൻ്റെ ആത്മാഭിമാനത്തെ വെല്ലുവിളിക്കുന്നൊരു സമീപനമായിട്ട് അവർ കണക്കാക്കുമോ
എന്ന കാര്യത്തിൽ സംശയമുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണ്, ഇത് എങ്ങനെ നടത്തിക്കൊണ്ടു പോകും? ഇതൊരു തൽക്കാലത്തെ ഈ പറയുന്ന ഇനിയൊരു മന്ത്രിസഭാ യോഗം ചേരാനുള്ള സാഹചര്യം ഇല്ല. നവംബർ 1-ാം തീയതിക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പേ, മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് വരുന്നതിന് മുൻപേ അവസാനം ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും അത് നവംബർ 1-ാം തീയതി കൂടി നടപ്പാക്കുകയും ചെയ്യാന്ന് പറയുമ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ഇലക്ഷൻ ഓറിയന്റഡ് ആയിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണെന്നുള്ളത് വ്യക്തമാണ്. ഒരുപക്ഷെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇതിന് ചെയ്തേക്കാം. അതിനുശേഷം ഇത് എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്? രൂപയുടെ എക്സ്ട്രാ സ്പെൻഡിംഗ് ചോദ്യം നമുക്ക് ഉന്നയിക്കാം. അതിന് അരുൺകുമാറിന് മറുപടി 1500 കോടി രൂപ. യെസ്, എങ്ങനെയാണ് ഫണ്ട് കണ്ടെത്തുക എന്നുള്ള ചോദ്യം അവിടെ പ്രസക്തമാണ്. ഞാൻ അങ്ങയിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ വി ആർ അനൂപ്, നോക്കൂ, അടുത്ത മാസം ഇലക്ഷൻ വിജ്ഞാപനം വരികയാണ്. അടുത്ത മാസം എന്ന് പറയുമ്പോൾ കുറച്ച് ദിവസമില്ല. ഇതിപ്പോൾ ഒക്ടോബർ മാസത്തിന്റെ അവസാനത്തെ ദിവസങ്ങളാണ്. ഇനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു 40 ദിവസത്തിൻ്റെ പരമാവധി ദൂരമേ ഉള്ളല്ലോ. ഏത് സാഹചര്യത്തിലാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരാൾ വോട്ട് ചെയ്യാൻ പോവുക? ഒരു സാധാരണ കുടുംബത്തിൽ ഒരു പക്ഷേ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവിടുത്തെ 2 പേർക്ക് 2000 വെച്ച് ക്ഷേമ പെൻഷനും അവിടുത്തെ വനിതയ്ക്ക് 1000 രൂപ ഉള്ള പ്രത്യേക വനിതകൾക്കായുള്ള ഈ പദ്ധതിയും കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് വാങ്ങിയ ഒരു ജൻസി കുട്ടിയും ആ വീട്ടിലുണ്ടെങ്കിൽ ആ വീട്ടിൽ തന്നെ എത്ര രൂപയായി എന്ന് ആലോചിച്ചാൽ മതി. 2000 + 2000 + 1000 + 1000 സർക്കാരിൽ നിന്ന് നേരിട്ട് കിട്ടിയ പണമാണ്. അപ്പോൾ സ്വാഭാവികമായും അവർ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടി പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ സർക്കാരിനെ കുറിച്ചുള്ള ഗുഡ്വിൽ അവരുടെ മനസ്സിൽ ഉണ്ടാവുമല്ലോ. അത് വോട്ടായി മാറിയാൽ നിങ്ങളുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ഒക്കെ തെറ്റില്ലേ? അഭിലാഷേ, ഒരിക്കലുമില്ല. ആളുകളെ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയുമോ? ഇവിടെ അരുൺകുമാർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കേൾക്കുകയായിരുന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഇത് പ്രോഗ്രസ് കാർഡ് കൊണ്ടുവരുന്നു, പറഞ്ഞ കാര്യങ്ങൾ ഒന്നൊന്നായി നടപ്പിലാക്കുന്നു. ഈ നടപ്പിലാക്കാൻ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തുമ്പോൾ ഇവർ നടപ്പിലാക്കാൻ എടുത്ത സമയം എല്ലാവരും കേരളത്തിൽ ജനങ്ങൾ രാഷ്ട്രീയമായി പ്രബുദ്ധരായ ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കില്ലേ? ഇവിടെ കൃത്യമായി CPM സർക്കാർ, LDF സർക്കാരിൻ്റെ ചില കാര്യങ്ങൾ എക്സ്പോസ്ഡ് ആവുകയാണ്. ആശാ വർക്കർമാരുടെ സമരം നടക്കുമ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല, സംസ്ഥാന സർക്കാരിന് ആ കാര്യത്തിലേ റോളില്ല, ഞങ്ങൾ ആ ഭാഗത്തേക്കില്ല, ഇനി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് മാത്രമാണ് എന്ന് പറഞ്ഞ് ഇപ്പോഴവർ 1000 രൂപ വർദ്ധിപ്പിക്കുകയാണ്. ഇപ്പോൾ ആശാ വർക്കർമാർ അതിനോട് പ്രതികരിച്ചത് എന്താ? ഇത്ര കാലം ഞങ്ങൾക്കെതിരെ പറഞ്ഞത്, ഞങ്ങൾ രാഷ്ട്രീയമായി നേരിട്ടത്, ഞങ്ങളുടെ സമരങ്ങളെ കായികമായി പോലും നേരിടാൻ ശ്രമിച്ചത്, ഇതൊക്കെ കള്ളത്തരമാണെന്ന് മനസ്സിലായില്ലേ എന്നാണ് ആശാ വർക്കർമാർ പോലും ഈ പ്രഖ്യാപനത്തോട് പ്രതികരിച്ചത് എന്ന് പറയാൻ അങ്ങനെ പറഞ്ഞു. അതായത് വർദ്ധിപ്പിക്കേണ്ടത് ഇൻസെന്റീവാണ്, ഇൻസെന്റീവ് കൊടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്, ഞങ്ങളാണ് ഓണറേറിയം ഇത്രയായി വർദ്ധിപ്പിച്ചത് എന്നല്ലേ പറഞ്ഞതെന്ന്? അല്ല, ഈ 1000 രൂപ വർദ്ധിപ്പിക്കാനെടുത്ത് ഇപ്പോൾ എടുത്ത സാവകാശം വളരെ കൃത്യമല്ലേ? ഈ സമരത്തോട്, ഈ ഒരു തൊഴിലാളികൾ ചെയ്യുന്ന ഒരു സമരത്തോട് ഒരു തൊഴിലാളി വർഗ ഭരണകൂടം എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് എന്ന് പറയുന്ന ഗവൺമെൻറ് പ്രതികരിച്ച രീതി നമ്മൾ കണ്ടതല്ലേ? അവരെ ആക്ഷേപിച്ചില്ലേ? അവരെ അത്തരത്തിൽ നേരിട്ടില്ലേ? അത് മാത്രമല്ല, ഇത് വളരെ കൃത്യമാണ്. ഈ 5 വർഷം കേരളത്തിലെ ജനങ്ങളുടെ മേൽ അധിക ഭാരം ഏൽപ്പിച്ച സർക്കാരല്ലേ? ഭൂമിയുടെ കരം കൂട്ടി, വെള്ളത്തിൻ്റെ കരം കൂട്ടി, വീട്ടുകരം കൂട്ടി, ഇലക്ട്രിസിറ്റി കൂട്ടി, പെട്രോൾ സെസ് കൂട്ടി, നിത്യ ഉപയോഗ സാധനങ്ങളുടെ വർധനവ് കേരളത്തിലുണ്ടായ ചില്ലറയാണോ? ജനങ്ങളുടെ ജീവിതഭാരം സമസ്ത മേഖലകളിലും വർദ്ധിച്ചു. ഈ 5 കൊല്ലം എന്ന് പറയുന്ന കാലയളവിൽ ഈ ജനങ്ങൾക്കുണ്ടായ ജീവിതഭാരം ലഘൂകരിക്കാൻ ഈ വർധന പര്യാപ്തമാണോ? ഇപ്പൊ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വർധന രേഖപ്പെടുത്തിയതാരാ? ഉമ്മൻചാണ്ടി സർക്കാർ. VS അച്യുതാനന്ദ സർക്കാരിന്റെ കാലത്തുള്ള ഉമ്മൻചാണ്ടി വരുമ്പോൾ ഇരട്ടിയാക്കുകയാണ് ആദ്യം. പിന്നീട് ഓരോ വർഷവും നടത്തിയ വർധനവുണ്ട്. ഇത്ര കാലം ഇവർ പറഞ്ഞൊരു പച്ച നീള ഇന്ന് പൊളിഞ്ഞില്ല അഭിലാഷേ. ഇത്ര നാളെ ഇവർ പറഞ്ഞെന്താ? 18 വർഷത്തെ കുടിശ്ശികയുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിന്നാ. ഇന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പത്രമാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞില്ലേ, 3 മാസത്തെ കുടിശ്ശിക. കേരള നിയമസഭയിൽ അതിന്റെ നിയമസഭയുടെ രേഖ ഉയർത്തി കാണിച്ചു. തോമസ് ഐസക്കിനെ വെല്ലുവിളിച്ചു. ഇത്തരം പച്ച നുണകളുടെ മേലെ ഉയർത്തിയ ഒരു കൊട്ടാരമാണ് അത്. ചീട്ടുകൊട്ടാരം പോലെ പൊളയുന്നേ. കേരളത്തിലെ ജനങ്ങൾ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി വിലയിരുത്തുന്ന ആളുകളാണ്. ഇത്ര കാലം കൂട്ടാത്ത ഈ പെൻഷൻ എലക്ഷൻ പടിവാതിൽക്കൽ വരുമ്പോൾ കൂട്ടുമ്പോൾ അതെന്താണ് എന്ന് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ വിവേകമുള്ള ആളുകളല്ല ഇവരൊക്കെ. ഇവിടെ CPM-നെ സംബന്ധിച്ച് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധി, അതിൻ്റെ രാഷ്ട്രീയം ചോദ്യം ചെയ്യപ്പെട്ട സന്ദർഭം, CPI CPM-നെതിരെ
സർക്കാരിനെതിരെ തിരിഞ്ഞ സന്ദർഭം, സർക്കാരിന്റെ സംഘപരിവാർ വിധേയത്വം മറനീക്കി പുറത്തു വന്ന സന്ദർഭം, ഇങ്ങനെ എല്ലാ തരത്തിലും CPM നേതൃത്വം നൽകുന്ന സർക്കാർ കോർണർ ചെയ്യപ്പെട്ട്, ചോദ്യം ചെയ്യപ്പെട്ട്, അതിന്റെ മുഖം നഷ്ടപ്പെട്ട്, അതിന്റെ മുഖം മൂടി വെളിവാക്കപ്പെട്ട സന്ദർഭത്തിൽ മറ്റൊരു നിവൃത്തിയില്ലാതെ പ്രഖ്യാപിച്ച ഒന്നാണിത്. ജനങ്ങളത് വിലയിരുത്തും. ഒരു പ്രോഗ്രസ് കാർഡും എന്ന് പറഞ്ഞ് ഇവിടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ട യഥാർത്ഥ പ്രോഗ്രസ് കാർഡ് ജനങ്ങളുടെ മുന്നിൽ. ശരി, ഏതായാലും ആ പറഞ്ഞ കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷനോ അതല്ലെങ്കിൽ അതിന്റെ ആഡ് ഓൺ എന്നുള്ള നിലയിൽ ഞാൻ പറയാം, 2011 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലെത്തുമ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നിയമസഭാ ചോദ്യോത്തരം അനുസരിച്ച് ആണ് ഞാൻ പറയുന്നത് 400 രൂപയായിരുന്നു. അത് ഉമ്മൻചാണ്ടി സർക്കാർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ആ വർധന വിധവാ പെൻഷൻ 800 രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചത്. കർഷക തൊഴിലാളി പെൻഷനാണ് 600 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. അവിവാഹിതകൾക്കുള്ള പെൻഷൻ 800 രൂപയാണ്. അപ്പോൾ 400 രൂപ ഉണ്ടായിരുന്നതിൽ ഇന്ദിരാഗാന്ധി വിധവാ പെൻഷനും അവിവാഹിതർക്കുള്ള പെൻഷനും 400-ൽ നിന്ന് 800 ആയിട്ടുണ്ട്. അതേസമയം കർഷക തൊഴിലാളി പെൻഷന്റെ കാര്യം 200 രൂപയാണ് കൂടിയിട്ടുള്ളത്. അന്ന് 600 രൂപയായി. ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനിൽ 75 വയസ്സിന് മുകളിലുള്ളവർക്കാണ് 1500 രൂപ പെൻഷൻ അന്ന് കൊടുത്തിരുന്നത്. 75 വയസ്സ് പ്രായം വരെ 600 രൂപ തന്നെയായിരുന്നു പെൻഷൻ. അതിന് കണക്കൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇനി ശ്രീ അരുൺകുമാർ, പെൻഷനുണ്ട്, പുതിയ 2 പദ്ധതികൾ 31-നും 60-നും ഇടയ്ക്കുള്ള സ്ത്രീകൾക്കും അതുപോലെ തന്നെ 18-നും 30-നും പ്രായത്തിനിടയിലുള്ള ഉദ്യോഗാർത്ഥികളായിട്ടുള്ള യുവാക്കൾക്കും വേണ്ടി 2000 രൂപയുടെ വീതം പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പദ്ധതികളൊക്കെ അല്ലെങ്കിൽ ഈ ക്യാഷ് ട്രാൻസ്ഫറൊക്കെ നല്ലതാണ്, ജനങ്ങൾക്ക് കയ്യിൽ പണം കിട്ടിയാൽ അത് അവർക്ക് സഹായകരമാകും. പക്ഷേ ഗവൺമെൻറ് എവിടെ നിന്നാണ് ഈ പണം കണ്ടെത്തുന്നത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ പണമില്ല എന്ന് സർക്കാർ തന്നെ പല ഘട്ടങ്ങളിൽ പല രൂപത്തിൽ പറഞ്ഞിരുന്നു. കേന്ദ്ര സർക്കാർ ശ്വാസം മുട്ടിക്കുകയാണ് എന്ന് പറഞ്ഞിരുന്നു. കേരളം ചെലവും വരവും തമ്മിലുള്ള അന്തരം നേരിടുന്ന സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു സംസ്ഥാനമാണ്. എങ്ങനെയാണ് ഇത്രയും അധിക തുക കണ്ടെത്തുക? അത് എത്ര കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു പദ്ധതി ആയിരിക്കും? അല്ല, ഇവിടെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. അതായത് ധനകാര്യ മാനേജ്മെന്റ് ഏറ്റവും മികച്ച രീതിയിൽ പോകുന്നു എന്നത് തന്നെയാണ് ഈ സമകാലീന രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഈ സംസ്ഥാനത്തിന്റെ സാഹചര്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങേക്കറിയാലോ, ഇപ്പോൾ കേന്ദ്ര വിഹിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സമരം നടത്തി. നിരവധി ചർച്ചകളും നമ്മൾ ഒരുമിച്ചിരുന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. 3.86 ആയിരുന്നു സംസ്ഥാനത്തിന്റെ വിഹിതം. അത് 1.9 മാറി. ആർക്കും അതിൽ സംശയമില്ലല്ലോ, രേഖകളുണ്ട്. അതുപോലെ കേന്ദ്ര പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം ഈ സംസ്ഥാനത്ത് 1% താഴെ 0.92 മാത്രമാണ് നമുക്ക് കേന്ദ്ര പദ്ധതികളുമായിട്ട് കിട്ടുന്നത്. അതായത് ജനസംഖ്യ ഈ രാജ്യത്തെ മൊത്തത്തിലുള്ള ജനസംഖ്യയുടെ 2.86 ഉണ്ടെങ്കിലും കേന്ദ്ര വിഹിതം പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 1% താഴെ കിട്ടുന്നു. അപ്പൊ പലതരത്തിൽ നമ്മെ ഞെക്കി അങ്ങ് നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായപ്പോഴാണ് ഡൽഹിയിൽ പോയി സമരം നടത്തിയതും സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തിയതും. സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ മെറിറ്റുണ്ട്, ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ കേസ് പെൻഡിംഗ് ആണ്. അതിനുശേഷം നമ്മൾ പ്രയോറിറ്റിയിൽ മാറ്റം വരുത്തി. കേരളം പോലുള്ള സംസ്ഥാനത്ത് സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ 7 മാസത്തെ കുടിശ്ശിക വന്നു എന്നുള്ളത് നമുക്ക് എങ്ങനെയായാലും ഒഴിവാക്കണമെന്ന് തീരുമാനിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഗവൺമെന്റ് പിന്നോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടായോ? ഇപ്പൊ ഇവിടെ വലിയ ആഘോഷത്തോടെ കോൺഗ്രസും BJPയും നുണ പ്രചരിപ്പിക്കുന്നുണ്ട്. ഈ പെൻഷന്റെ ഇരട്ടി വർദ്ധിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോൾ 1980-ൽ 45 രൂപ കൊണ്ടുവന്നത് LDF സർക്കാർ, 1987-ൽ അത് 60 രൂപയാക്കി മാറ്റിയത് LDF സർക്കാർ, 1996-ൽ അത് 120 രൂപയാക്കി വർദ്ധിപ്പിച്ചത് LDF സർക്കാർ, 2006-ൽ അത് 400 രൂപയാക്കി വർദ്ധിപ്പിച്ച് 2011 വരെ അത് കൊണ്ടുപോയത് LDF സർക്കാർ, 2016-ൽ അത് 1600 രൂപയാക്കി വർദ്ധിപ്പിക്കുന്നു. ഇപ്പോൾ അത് 2000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുന്നു. ഈ 2000 രൂപയായിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ കൃത്യമായി ഇവിടെ പറഞ്ഞ കണക്ക് പ്രകാരം ഒരു 200 രൂപയുടെ വർധനവ് ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ എന്റെ മുന്നിലുള്ള കണക്ക് പ്രകാരം 100 രൂപയുടെ വർധനവ് മാത്രമേ ആ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിട്ടുള്ളൂ. എന്തുവായിക്കോട്ടെ, ഇവിടെ കൃത്യമായി ഇപ്പൊ കൊണ്ടുവന്നില്ലേ? അതോടുകൂടി ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ധനമന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരത്തിന് കൊടുത്ത ഉത്തരത്തിൽ നിന്നുള്ള കാര്യമാണ് ഞാൻ നേരത്തെ ഉദ്ധരിച്ചത്. അതായത് ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമേൽക്കുമ്പോൾ 400 രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ. അതിൽ കർഷക തൊഴിലാളി പെൻഷനും മറ്റൊരു പെൻഷനും 600 വർദ്ധിച്ചു. 800 വർദ്ധിച്ച പെൻഷനുണ്ട്. 75 വയസ്സിന് മുകളിൽ പ്രായമുള്ള വാർദ്ധക്യകാല പെൻഷൻ അവർക്ക് 1500 വർദ്ധിപ്പിച്ചിരുന്നു. ഏത് കാലത്ത് തുടങ്ങിയ കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ പെൻഷൻ ഈ തരത്തിലായിരുന്നു. 75 വയസ്സിന് മുകളിലുള്ളവർ എന്ന് പറയുന്നത് കേരളത്തിന്റെ ആയുർദൈർഘ്യം എന്ന അന്നത്തെ കാലത്ത് 75-76 2011 സെൻസസ് പ്രകാരം. അതായത് ആ ജീവിതത്തിന്റെ ഏറ്റവും അറ്റ സമയത്തുള്ള വളരെ ചുരുക്കം വിരലിൽ എണ്ണാവുന്ന ആളുകൾക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടാ ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു. ഇതിവർ പറയട്ടെ, ഞങ്ങൾ അതിലേക്കൊന്നും പോകുന്നില്ല. പ്രത്യക്ഷമായി ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾക്ക് അന്ന് പറഞ്ഞല്ലോ 64 ലക്ഷം പേർക്ക് പെൻഷൻ കിട്ടുന്നു, സാമൂഹ്യക്ഷേമ പെൻഷൻ. ഇപ്പോഴേ വീട്ടമ്മമാർക്ക് പെൻഷൻ ഞങ്ങൾ പുതുതായി കൊണ്ടുവന്ന ആശയമാണ്.
എത്ര ഞങ്ങളെ കളിയാക്കി. കേരളത്തിലെ വീട്ടമ്മമാർക്ക് പെൻഷനോ, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇപ്പൊ പറയുന്നു കൃത്യമായി 34.34 ലക്ഷം ആളുകൾക്ക് വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുന്നു. അപ്പൊ 64 ലക്ഷം പ്ലസ് 34.5 ലക്ഷം, എത്രയാ, 1 കോടിയോളം വന്നില്ലേ? ഇപ്പൊ യുവജനങ്ങൾ അവർ കൃത്യമായി കണക്ട് വർക്ക്, ഒരു സംരംഭകത്വം ആരംഭിക്കാൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് നോളജ് മിഷന്റെ കീഴിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി ഒരു തൊഴിലിലേക്ക് എത്തുന്നത് വരെ 5 ലക്ഷം വിദ്യാർത്ഥികൾക്ക് 1000 രൂപ. അപ്പൊ 1 കോടി 5 ലക്ഷം ആയേ പെൻഷൻ വാങ്ങിക്കുന്നവർ. ഇവിടെ 18 വയസ്സിന് മുകളിലുള്ള എത്ര പേരുണ്ട് ഈ കേരളത്തിൽ ജനസംഖ്യ 3.5 കോടി. ആ 18 വയസ്സ് വരെയുള്ള കുട്ടികളെ മാറ്റി നിർത്ത്. ഒരു 2.25 കോടിയേ ഉള്ളൂ, 2.5 കോടിയേ ഉള്ളൂ. അതിൽ 1 കോടി 5 ലക്ഷം രൂപ ഡയറക്റ്റായി, 5 ലക്ഷം പേർ ഡയറക്റ്റായി ഗവൺമെന്റിൽ നിന്ന് പെൻഷൻ മേടിക്കുന്നവർ. ഇത്ര സാമൂഹ്യ ക്ഷേമ രംഗത്ത് കൃത്യമായ പ്ലാനിങ്ങോടെ, ശ്രദ്ധയോടെ ജനങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഏത് ഗവൺമെന്റ് ലോകത്തുണ്ട് എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. ഈ നാളെ കഴിഞ്ഞ് നവംബർ 1 ഒരു പ്രത്യേകതയുണ്ട്. ദാരിദ്ര്യമില്ലാത്ത ഒരു സ്റ്റേറ്റായി നമ്മുടെ സ്റ്റേറ്റിനെ പ്രഖ്യാപിക്കുക. ലോകത്ത് ചൈന മാത്രമാണ് ദാരിദ്ര്യത്തെ അതിജീവിച്ചിട്ടുള്ളവർ, പട്ടിണിയില്ലാത്ത രാജ്യം. അതിനുശേഷം 2ാമത്തെ സ്റ്റേറ്റ് ആയിട്ട് നമ്മൾ മാറുക. ചുമ്മാ പ്രഖ്യാപനാണോ? 62,500 പേർ അതിദരിദ്രരാണെന്ന് കണ്ടെത്തി വർഷങ്ങൾക്ക് മുമ്പ്. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ എത്ര കൃത്യമായിട്ടുള്ള പദ്ധതികളാണ്. ആ പദ്ധതികളുടെ ഭാഗമായി കൃത്യമായി പട്ടിണിയില്ലാത്ത നാടായിട്ട് നമ്മൾ മാറുമ്പോൾ ആ കേരളം അങ്ങനെ മാറുകയാണല്ലോ എന്ന് കൊടുത്ത് അഭിമാനം കൊള്ളേണ്ട പ്രതിപക്ഷ നേതാക്കന്മാരാ പറയുന്നത്. പെൻഷൻ വർദ്ധിപ്പിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ? ബഹുമാനപ്പെട്ട UDF-ന്റെ കൺവീനർ പറഞ്ഞത് ഈ പെൻഷൻ പ്രകടന പത്രികയിൽ പറഞ്ഞു എന്ന് വെച്ച് അത് വർദ്ധിപ്പിക്കുന്നത് ശുദ്ധ മര്യാദകേട് എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടില്ലേ? പ്രകടന പത്രികയിൽ പലതും പറയും, അതൊക്കെ നടപ്പാക്കാനുള്ളതാണോ എന്ന് ചോദിച്ചല്ലേ പണ്ട് PS ശ്രീധരൻപിള്ള, കോൺഗ്രസിന്റെ നേതാക്കന്മാരടക്കം ഇത്ര പറഞ്ഞതല്ലേ? അപ്പൊ ഞങ്ങൾ പറയുന്നു 900 കാര്യങ്ങൾ ഞങ്ങൾ കേരളത്തിലെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയത് ഒരു 30-40 വർഷത്തിന് ശേഷമുള്ള കേരളത്തെ കൃത്യമായി സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാവർക്കും ഉറപ്പാണ് ആരോഗ്യം, ഉറപ്പാണ് മികച്ച വിദ്യാഭ്യാസം, ഉറപ്പാണ് ജനക്ഷേമം, ഉറപ്പാണ് വികസനം, ഉറപ്പാണ് കരുതലുള്ള ഭരണം, അതുപോലെ ഉറപ്പാണ് പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത, ഉറപ്പാണ് ആരോഗ്യ സുരക്ഷ, ഉറപ്പാണ് പാർപ്പിടം, ഉറപ്പാണ് പവർക്കെട്ട് രഹിത കേരളം, ഉറപ്പാണ് കായിക പുരോഗതി. ഈ ഉറപ്പ് ഞങ്ങൾ കൊടുത്ത ഉറപ്പ് ഞങ്ങൾക്ക് വോട്ടായിട്ട് ജനങ്ങൾ തന്നു. 91 സീറ്റിൽ നിന്ന് 99 മാറി, 42% വോട്ടിൽ നിന്ന് 45.3 മാറി. അതുകൊണ്ട് ഈ ഉറപ്പിൽ ഏതാണ് ഞങ്ങൾ പാലിക്കാത്തത് എന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്ക്. 6 മാസം 6 മാസത്തിനുള്ളിൽ ഏതെങ്കിലും ഉറപ്പ് ഞങ്ങൾക്ക് പൂർണ്ണതയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതും ഞങ്ങൾ നടപ്പാക്കും. ഞങ്ങൾക്ക് ജനങ്ങളോടാണ് കമ്മിറ്റ്മെന്റ്. ശരി, ഞാൻ ആ ചോദ്യം ഒന്നുകൂടി ചോദിക്കും. കാരണം നമ്മൾ ആ ധനസ്ഥിതി സംബന്ധിച്ച വിഷയത്തിലേക്ക് പോയില്ല. അതിനു മുമ്പ് ഇപ്പോൾ ഇവിടെ ഉന്നയിച്ച കാര്യങ്ങളിൽ തന്നെ ശ്രീ അനൂപിന് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ നിലപാടുണ്ടാവുമല്ലോ. ശ്രീ അനൂപ്, കേരളത്തിൽ തന്നെ നമ്മൾ 2021 കണ്ടത് ജനങ്ങൾ ഹാപ്പി ആയിരുന്നു. അതുകൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും തുടർഭരണം കിട്ടിയത്. ക്ഷേമ പ്രവർത്തനങ്ങളിൽ, വെൽഫെയർ മെഷേഴ്സിൽ നന്നായി ഡെലിവറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജനങ്ങൾക്ക് നേരിട്ട് അനുഭവവേദ്യമാവുന്ന കാര്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏതാണ് മുന്നിൽ നിൽക്കുക എന്നുള്ളതല്ലേ ജനങ്ങളുടെ ചോയ്സിനെ നിർണ്ണയിക്കുക? അല്ല, ജനങ്ങൾ ഹാപ്പി ആയിരുന്നു എന്നൊക്കെ പറയുന്നത് ചില കാര്യങ്ങളിൽ CPM-ന്റെ ചില പ്രചരണങ്ങൾ ഏറ്റു എന്ന് പറയുന്നത് യാഥാർത്ഥ്യം. ഇപ്പോൾ പോലും അരുൺകുമാർ പറഞ്ഞ പച്ച നുണ അങ്ങേക്കടക്കം ഡിഫെൻഡ് ചെയ്യേണ്ടി വന്നിട്ടില്ലേ? ഉമ്മൻചാണ്ടി സർക്കാർ ആകെ വർദ്ധിപ്പിച്ചത് 100 രൂപയാണെന്നാണ് ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്ന വളരെ ആധികാരികമായി അരുൺകുമാർ പറയുക. 100 രൂപ, ഇത് യാഥാർത്ഥ്യമല്ല. നിയമസഭാ രേഖകളുണ്ട്, ഇവിടെ കൃത്യമാണ് കാര്യങ്ങൾ. ഉമ്മൻചാണ്ടി എത്ര വർദ്ധിപ്പിച്ചു ഓരോ പെൻഷനും എന്ന് അങ്ങേക്ക് വ്യക്തമാണ്, അരുൺകുമാറിന് വ്യക്തമാണ്. ഈ ചർച്ചയിൽ ഇരിക്കുന്ന, ചർച്ച കേൾക്കുന്ന എല്ലാ ആളുകൾക്കും അറിയുന്ന കാര്യമല്ലേ? ഇതുപോലെ CPM നിരന്തരമായി നുണകൾ പറഞ്ഞ് അത് സത്യമായി പ്രചരിപ്പിച്ചിട്ടുണ്ട്. ചില പ്രചരണങ്ങൾ അത് ഏറ്റിട്ടുണ്ടാവും, പക്ഷെ യാഥാർത്ഥ്യം അതല്ലല്ലോ. ഉമ്മൻചാണ്ടിയാണ് VS അച്യുതാനന്ദൻ സർക്കാരിന്റെ കാലത്തുനിന്ന്, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് പെൻഷൻ കൊടുക്കുന്ന ആളുകൾ എത്ര പേർക്ക് കൊടുത്തു എന്ന് പരിശോധിക്കണം. അച്യുതാനന്ദൻ ഗവൺമെന്റിന്റെ കാലത്ത് എത്ര പേർക്ക് കൊടുത്തു? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒരു ക്വാണ്ടം ജമ്പായിരുന്നു. പെൻഷൻ കൊടുക്കുന്ന ആളുകളുടെ കാര്യത്തിൽ ഏറ്റവും വലിയ വർധനവുണ്ടായത്. സംസ്ഥാനത്തിന് നാളിതുവരെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ പെൻഷൻ സാർവത്രികമാക്കിയ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റാ. പിന്നെ ഇവര് നിരന്തരം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ചരിത്ര വിരുദ്ധതയുണ്ടെന്നേ. EK നായനാരുടെ ഗവൺമെന്റ് അത് നടപ്പിലാക്കിയെന്ന് പറയുമ്പോൾ ബഹുമാന്യനായ R ശങ്കറുടെ ചരിത്രം റദ്ദ് ചെയ്യല്ലേ? സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വാർദ്ധക്യകാല പെൻഷൻ നടപ്പിലാക്കിയതാരാ? പട്ടംതാടുപിള്ള ഗവൺമെന്റിൽ R ശങ്കർ മന്ത്രിയായിരിക്കുന്ന സമയത്താ. ബജറ്റ് രേഖകളുണ്ട്, നിയമസഭാ പ്രസംഗങ്ങളുണ്ട്. വിധവാ പെൻഷൻ ഏർപ്പെടുത്തിയത് ആദ്യമായിട്ട് R ശങ്കറാ. പക്ഷെ ഇവരൊക്കെ കേരളം പരശുരാമനാണ് സൃഷ്ടിച്ചതെന്ന് പറയുന്ന മിത്ത് പോലെ കേരളം സൃഷ്ടിച്ചത്, നവകേരളം സൃഷ്ടിച്ചത് ഞങ്ങളാണെന്ന നുണ 100 ആവർത്തി പ്രചരിപ്പിക്കുക. ഇവിടെ യാഥാർത്ഥ്യമുണ്ട് ഓരോ കാര്യത്തിലും.
വളരെ കൃത്യമായി ഡാറ്റ വെച്ച് രേഖകളുടെ കാര്യം സംവദിക്കാം. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവർക്ക് ഈ പറയുന്ന 4-4.5 കൊല്ലം കഴിഞ്ഞ് ചില കാര്യങ്ങൾ അത് എന്തുകൊണ്ട് അവർ മാറ്റിവെച്ചത്? ഇത്ര കാലത്ത് സാമ്പത്തിക ബാധ്യത അവർക്ക് ഏൽക്കാൻ കഴിയില്ല. അത് 5-6 മാസത്തേക്ക് ചുരുക്കാണ്. ഇവർ ഒരു പ്രകടന പത്രികയിൽ കൊടുത്ത ഒരു ഉറപ്പ് പാലിക്കാൻ എന്തിന് 4.5 കൊല്ലം എടുത്തു എന്ന് സർക്കാർ ജനങ്ങളോട് മറുപടി പറയണമെന്നേ. ആ ബാധ്യത ഇവർക്ക് ഏൽക്കാൻ കഴിയില്ല. അടുത്ത സർക്കാരിന്റെ തലയിൽ വെക്കാനുള്ള ഒരു പരിശ്രമം എന്നതിനേക്കാൾ എന്താണ് ഇവരുടെ കോൺട്രിബ്യൂഷൻ? 4.5 കൊല്ലം ഭരിച്ചൊരു സർക്കാർ 6 മാസം ബാക്കി നിൽക്കുമ്പോൾ ഇത് നടപ്പിലാക്കുമ്പോൾ അത് കൃത്യമല്ലേ? ഈ സർക്കാരിന് ഇത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. അടുത്ത് വരാൻ പോകുന്ന ഒരു സർക്കാരിന് ഒരു ബാധ്യതയെ ഏൽപ്പിക്കുന്നു എന്നുള്ള സത്യം വളരെ കൃത്യമായി ജനങ്ങൾ മനസ്സിലാക്കുക. അടുത്ത സർക്കാരിലേക്ക് ഉത്തരവാദിത്വം ട്രാൻസ്ഫർ ചെയ്യാനുള്ളതാണ് ആരോപണം. ശരി ശരി, ഓക്കെ. അതാണല്ലോ ഇവിടെ ശ്രീ അല്ല, ഞങ്ങൾ ഒരു കാര്യം കൂടെ പറഞ്ഞോളൂ. പിണറായി വിജയൻ സർക്കാരിന്റെ 10 വർഷവും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ 5 വർഷവും വെച്ച് ഒരു ഡിബേറ്റിന് ഞങ്ങൾ തയ്യാറാണെന്നേ. ശരി, ചർച്ചയിലേക്ക് ശ്രീ ശങ്കുട്ടിദാസ്, ഇവിടെ ഇപ്പോ നേരിട്ട് ബെനിഫിറ്റ്സ് കൊടുക്കുന്നതിനെ അല്ലെങ്കിൽ ക്യാഷ് ട്രാൻസ്ഫറിനെ ഏത് പാർട്ടിക്കാണ് എതിർക്കാൻ കഴിയുക എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ BJPക്ക് വിമർശിക്കാൻ പറ്റുമോ? നിങ്ങൾ വോട്ട് വാങ്ങുന്നത് മര്യാദയല്ല എന്ന് മനസ്സിൽ വിചാരിക്കാനല്ലേ പറ്റൂ. ഇപ്പോൾ നേരത്തെ തന്നെ ശങ്കു പറഞ്ഞ PM കിസാൻ സമ്മാൻ നിധി 2019 തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ വേവ് ഉണ്ടാക്കാനുള്ള തുടക്കം അവിടെ നിന്നായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ സർക്കാരുകളൊക്കെ കൂടുതലും BJPയുടെ സർക്കാരുകളാണ്. ശിവരാജ് സിംഗ് ചൗഹാന്റെ മധ്യപ്രദേശ് സർക്കാരും അതുപോലെ തന്നെ നിങ്ങളുടെ സഖ്യ സർക്കാർ മഹാരാഷ്ട്രയിലെ സർക്കാരും ഒക്കെ ചെയ്ത അതേ കാര്യമാണ്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി മോദി 2019 ചെയ്ത കാര്യമാണ് ഇപ്പോൾ പിണറായി വിജയൻ ചെയ്യുന്നത്. നമുക്ക് കിസാൻ സമ്മാൻ നിധി 2019 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടല്ല, 2017 ലോഞ്ച് ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ്. പക്ഷേ ഡയറക്ട് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് 2019 ബജറ്റിലല്ലേ അത് 6000 രൂപയുടെ ട്രാൻസ്ഫർ എന്നുള്ളത് പ്രഖ്യാപിക്കപ്പെടുന്നത്. ആ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ആദ്യത്തെ ഇൻസ്റ്റാൾമെന്റ് കിട്ടിയത്. 2019 ബജറ്റിലാണ്. 2019 ആ ബജറ്റിൽ പ്രഖ്യാപിക്കുന്നു. 2019 മാർച്ചിലോ മറ്റോ ആണ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. ഇലക്ഷന്റെ തൊട്ട് മുമ്പത്തെ മാസമാണ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് 2000 രൂപ കിട്ടുന്നത് ആളുകളുടെ അക്കൗണ്ടിൽ. നോക്കൂ, ആളുകൾക്ക് അക്കൗണ്ടിൽ പണം കിട്ടുന്നതിന് ഒരു നിലയ്ക്ക് ഞങ്ങൾ വിമർശിക്കുന്നില്ല. ആളുകൾക്ക് എന്തെങ്കിലും കിട്ടട്ടെ. ഈ പറയുന്ന ഇത്തരത്തിലുള്ള ദുർഭരണങ്ങൾക്കിടയിൽ അവസാനം തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും അവരുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും കിട്ടട്ടെ എന്നാണ് ഇത്തരത്തിലുള്ള സർക്കാരുകൾ ഭരിക്കുന്ന നാട്ടിലെ ജനങ്ങളെ ഓർത്ത് ഞങ്ങൾക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഡയറക്ട് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ എന്ന് പറയുന്നത് BJP സർക്കാരിൻ്റെ ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ്. എക്സസ് ഫണ്ടായിട്ട്, അതായത് ലാപ്സസ് ആയിട്ട്, ലീക്കേജ് ആയിട്ട് പോകുന്ന 2 ലക്ഷം കോടിയോളം രൂപ ലാഭിക്കാൻ പോലും ഡയറക്ട് ബെനിഫിഷ്യറി ട്രാൻസ്ഫർ എന്ന് പറയുന്നൊരു പദ്ധതി നടപ്പാക്കിയതിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇത് BJP സർക്കാർ ഇന്ത്യക്ക് ചെയ്തിട്ടുള്ള വലിയൊരു സംഭാവന തന്നെയാണ്. അതിനൊന്നും എതിർക്കുന്നില്ല. ഇവിടുത്തെ യഥാർത്ഥത്തിൽ എതിർക്കപ്പെടുന്നത് ഇതിൻ്റെ ഇൻറ്റൻഷനാണ്. ആളുകൾക്ക് ഈ പറയുന്ന ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കണമെങ്കിൽ 2021 ഫെബ്രുവരി മാസത്തിലാണ് 1100 നിന്ന് 1600 ആക്കി വർദ്ധിപ്പിക്കുന്നത്. ആ ഓരോ വർഷത്തിൽ 100 രൂപ എന്നുള്ള രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടാണ് 1600 എത്തിക്കുന്നത്. 1600 എത്തിച്ചതിന് ശേഷം തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് 2500 ആക്കുമെന്നാണ്. എന്നാൽ പിന്നീട് 4.5 വർഷത്തോളം കാലവും ആ കാര്യത്തിൽ യാതൊരു നടപ്പും ഉണ്ടായിട്ടില്ല. അവസാനം തെരഞ്ഞെടുപ്പ് എത്തിയ സമയത്ത്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എത്തിയ സമയത്ത് പെട്ടെന്ന് 2000 രൂപയാക്കിക്കൊണ്ട് ഇത് എന്താണ് ഞങ്ങൾ ചെയ്യുന്ന വലിയൊരു സേവനമാണെന്ന് പറയുമ്പോൾ ഇവർ തന്നെ മുന്നേ പറഞ്ഞിരുന്നത് ഈ പറയുന്ന ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ അവകാശമാണ്. ആ അവകാശം എന്തുകൊണ്ട് ഇത്രയും കാലം തടയപ്പെട്ടു, എന്തുകൊണ്ട് അവർക്ക് ഇത്രയും കാലം അത് അനുഭവിക്കാനുള്ള അവസരം ഇല്ലാതാക്കി എന്നതിനാണ് യഥാർത്ഥത്തിൽ മറുപടി പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ ഇതിനോടൊപ്പം പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു സംഗതിയെ കുറിച്ച് കൂടി പറയേണ്ടതുണ്ടെന്ന് കരുതുകയാണ്. ഈ താങ്ങുവില ഇതിനോടൊപ്പം ഇപ്പോൾ നെല്ലിൻ്റെ താങ്ങുവില 30 രൂപയാക്കിയിട്ടുണ്ട്, റബ്ബറിൻ്റെ താങ്ങുവില 200 രൂപ വർദ്ധിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിലൊരു കാര്യം നോക്കൂ, 30 രൂപയാണ് ഇപ്പോൾ നെല്ലിൻ്റെ താങ്ങുവില കൊണ്ടുവന്നിട്ടുള്ളത്. ഈ 30 രൂപ എന്നുള്ള താങ്ങുവില 2021 തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക്, കർഷകർക്ക് കിട്ടുമായിരുന്നു. അത് ഇല്ലാതാക്കിയത് ആരാണ്? നോക്കൂ, 2021 28 രൂപ 20 പൈസ നെല്ലിന് താങ്ങുവില ഉണ്ടായിരുന്ന സമയത്ത് അതിൽ 19 രൂപ 40 പൈസ കേന്ദ്രത്തിൻ്റെ വിഹിതമാണ്, 8 രൂപ 80 പൈസയാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം. ഇത് അടുത്ത വർഷം 2022 കേന്ദ്ര സർക്കാർ വിഹിതം 1 രൂപ കൂട്ടി 20 രൂപ 40 പൈസയാക്കി. അപ്പോൾ തന്നെ കേരളത്തിലെ കർഷകർക്ക് 29 രൂപ 20 പൈസ കിട്ടുമായിരുന്നു. അത് കിട്ടിയില്ല. എന്തുകൊണ്ടാണ്? കാരണം കേന്ദ്രം 1 രൂപ കൂട്ടിയപ്പോൾ സംസ്ഥാനം അവരുടെ വിഹിതത്തിൽ നിന്ന് 1 രൂപ കുറച്ചു. 8 രൂപ 80 പൈസ കൊടുത്തിരുന്നത് കുറച്ചിട്ട് 7 രൂപ 80 പൈസയാക്കി. തൊട്ടടുത്ത വർഷം കേന്ദ്രം വീണ്ടും വിഹിതം കൂട്ടി 1 രൂപ 43 പൈസ കൂട്ടി 21 രൂപ 83 പൈസയാക്കി. അപ്പോഴും കേരളത്തിലെ കർഷകർക്ക് 30 രൂപ കിട്ടുമായിരുന്നു. അത് കിട്ടിയില്ല. കാരണം എന്തുകൊണ്ടാണ്? 7 രൂപ 80 പൈസയെന്ന് പിന്നെ
ഈ കേന്ദ്രം കൂട്ടിയിട്ടുള്ള ₹1.43 സംസ്ഥാനം വീണ്ടും കുറച്ചു. ₹6.37 അവരുടെ കോൺട്രിബ്യൂഷൻ. അതിനുശേഷം 2024 കേന്ദ്രം വീണ്ടും വിഹിതം കൂട്ടിയിട്ട് ₹23 അപ്പോഴും കേരളത്തിലെ കർഷകർക്ക് എന്ത് ചെയ്യായിരുന്നു? ₹30 കിട്ടുമായിരുന്നു. അത് കിട്ടിയില്ല. കാരണം എന്താ? അപ്പോൾ അതിനനുസരിച്ച് ആനുപാതികമായിട്ട് സംസ്ഥാനം അവരുടെ വിഹിതം വീണ്ടും കുറച്ചു, ₹5.21 ഇപ്പൊ കേന്ദ്രം വീണ്ടും വിഹിതം വർദ്ധിപ്പിച്ച് ₹23.69 അതിൻ്റെ അനുഭവം ജനങ്ങൾക്ക് കൊടുക്കാൻ ഈ പിണറായി വിജയൻ സർക്കാർ ദയാപൂർവ്വം തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ഇവരൊന്നും ചെയ്യാതിരുന്നിരുന്നെങ്കിൽ തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് നെല്ലിൻ്റെ താങ്ങുവിലയായിട്ട് ₹30, ₹31, ₹32 ഈ വർഷങ്ങളിൽ കിട്ടാനുള്ള അവസരം ഉണ്ടായിരുന്നു. എന്നാൽ കേന്ദ്രം വിഹിതം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് തങ്ങളുടെ വിഹിതം കുറച്ചുകൊണ്ട് പോവുകയും നെൽകർഷകർക്ക് അതിൻ്റെ ആനുകൂല്യം കിട്ടാതിരിക്കുകയും ചെയ്തിട്ടുള്ള ആൾക്കാർ തെരഞ്ഞെടുപ്പായ സമയത്ത് ഞങ്ങൾ നെല്ലിൻ്റെ താങ്ങുവില ₹30 എന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ കർഷകർ എന്താ വിഡ്ഢികളാണെന്നാണ് അവർ വിചാരിക്കുന്നത്? ഇവർ ഇത്രയും കാലം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. അതേപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കിക്കോളൂ. ഇതിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ട് അവസാനം ഒഴിവാവലാണ് ഇവരുടെ നിവൃത്തി. ഇവർ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്ന സമയത്ത് അത് സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടമാണ്. പക്ഷേ 7 മാസം പെൻഷൻ മുടങ്ങിക്കഴിഞ്ഞാൽ അത് കേന്ദ്ര സർക്കാർ കഴുത്ത് പിടിച്ചുകൊണ്ടാണെന്നാണ് പറയുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ സഹായമില്ലാതെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഇവിടെ ഉണ്ടെന്ന് അങ്ങനെയെങ്കിലും ഇവർ സമ്മതിക്കുന്നത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താ? ഇവരിപ്പോ 13,000 കോടി രൂപ ക്ഷേമ പെൻഷനുകളിൽ കേന്ദ്ര സർക്കാരിന്റെ കോമ്പണന്റ് വളരെ വളരെ കുറവാണ് കേട്ടോ. ഈ പാഡി പ്രൊക്യൂർമെന്റിന്റെ കാര്യത്തിൽ ശരിയാണ്, പക്ഷേ ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ വളരെ ചെറിയ കോമ്പണന്റേ ഉള്ളൂ കേന്ദ്രത്തിൻ്റെത്. അല്ല, എത്രയാണെന്ന് എനിക്കറിയാം. 88 ലക്ഷം ആളുകൾക്ക് കേരളത്തിൽ പെൻഷൻ കിട്ടുമ്പോൾ അതിൽ 5.5 ലക്ഷം ആളുകൾക്കാണ് കേന്ദ്രത്തിൽ നിന്ന് ₹300 വീതമാണ് കിട്ടുന്നത്. ശരിയാണ്, അത് ഉണ്ടല്ലോ. ബാക്കി ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ഡെവലപ്മെന്റൽ പ്രോഗ്രാമുകളിലും കേന്ദ്ര സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻസ് ഇല്ലേ? ഇപ്പൊ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി കേരളത്തിൽ എന്താണ് അതിദാരിദ്ര്യത്തെ വർദ്ധിച്ചിട്ടുള്ള സംസ്ഥാനമാക്കി കേരളം മാറിയെന്ന് പറഞ്ഞു. ഇത് കേരളത്തിൽ മാത്രം നടന്നിട്ടുള്ള ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്രതിഭാസമാണോ? നോക്കൂ, നീതി ആയോഗിന്റെ കണക്ക് പ്രകാരം 2012-നും 2022-നും ഇടയിൽ 24.5 കോടി ആളുകൾ ഇന്ത്യയിൽ അതിദാരിദ്ര്യത്തിൽ നിന്ന് വിമോചിതരായിട്ടുള്ള ആളുകളെ പോവർട്ടിയിൽ നിന്ന് ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എത്ര? ജനസംഖ്യയുടെ 1/4 ഭാഗം ആൾക്കാരെ, 24.5 കോടി ആൾക്കാരെ. വേൾഡ് ബാങ്കിന്റെ കണക്ക് പ്രകാരം 2005-2006 കാലഘട്ടത്തിൽ 55% ഇന്ത്യയിലെ മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി 2019-2020 ആയപ്പോൾ കേവലം 16% കുറഞ്ഞിട്ടുണ്ട്. IMFന്റെ കണക്ക് പ്രകാരമാണെങ്കിൽ 2012-13 കാലഘട്ടത്തിൽ എക്സ്ട്രീം പോവർട്ടി 27% ആയിരുന്നത് 2022-2023 ആയപ്പോൾ കേവലം 5% കുറഞ്ഞിട്ടുണ്ട്. അതായത് നരേന്ദ്രമോദിയുടെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിൽ ഇന്ത്യയിൽ 24 കോടി ആളുകൾ ഈ പറയുന്ന അതിദാരിദ്ര്യത്തിൽ നിന്ന് വിമോചിതരായിട്ടുണ്ട്. എക്സ്ട്രീം പോവർട്ടിയെ 27% നിന്ന് 5% കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾ ഇതിന്റെ ഗുണഭോക്താക്കളാണ്. ഇന്ത്യയിൽ ഇതേപോലെ തന്നെ അതിദാരിദ്ര്യത്തിൽ നിന്ന് വിമോചിതരായിട്ടുള്ള മറ്റും സംസ്ഥാനങ്ങളുണ്ട്. എന്നാൽ ഇതിൽ കേന്ദ്ര സർക്കാരിന്റെ കോൺട്രിബ്യൂഷനെ പൂർണ്ണമായിട്ട് തമസ്കരിക്കുകയും ഇത് ഞങ്ങളുടെ നേട്ടാന്ന് പറയുകയും അതിലൊരു പ്രശ്നം വരുന്ന സമയത്ത് അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ കേന്ദ്രത്തിന് ഏൽപ്പിക്കുകയും ചെയ്തു. അവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ 13,000 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. ഇവർ 1,500 കോടി രൂപയ്ക്ക് വേണ്ടിയിട്ട് നയം വരെ മാറ്റിയിട്ട് പോയിട്ട് PMC ഒപ്പിടാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരാണ്. പിന്നീട് അതിലെ ചക്കളത്തിപ്പോരൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ CPIനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒപ്പ് തിരിച്ചെടുക്കാമെന്നോ PMCയിലെ ഉടമ്പടി മരവിപ്പിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഒപ്പിട്ടിട്ടതിന് ശേഷം എങ്ങനെയാണ് MOU ഒപ്പിട്ടതിന് ശേഷം മരവിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഏതായാലും അത്രയുമാണ് ഇവരുടെ സാമ്പത്തിക കാര്യത്തിലുള്ള പരാധീനത. പൈസയ്ക്ക് അത്രയും അത്യാവശ്യമാണ്. 1,500 കോടി രൂപയ്ക്ക് വേണ്ടി LDFന്റെ CPMന്റെ നയത്തെ തന്നെ മാറ്റാൻ ഇവർ തയ്യാറാണ്. പെട്ടെന്ന് ഒരു മാസത്തിനുള്ളിൽ എങ്ങനെയാണ് 13,000 കോടി രൂപയുടെ 13,000 കോടി രൂപയുടെ ബാധ്യത എടുക്കുന്നത് എങ്ങനെയാണ് ഇവിടെ സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഡിസംബർ മാസത്തിൽ ഇത് കൊടുക്കും. ഈ പറയുന്ന ഇലക്ഷൻ വരുന്ന സമയത്ത് നവംബർ മാസത്തിൽ ഇത് കൊടുക്കും. ഡിസംബർ ആകുമ്പോൾ ഈ പദ്ധതി അവസാനിപ്പിക്കും. അതിനുശേഷം പിന്നീട് മാർച്ച് മാസത്തിൽ ഏപ്രിൽ ആവുന്ന ഈ 3 മാസം കേന്ദ്ര സർക്കാരിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ മാർച്ച് ഏപ്രിൽ മാസത്തിൽ വീണ്ടും ഇത് മാനിഫെസ്റ്റോയിൽ പറഞ്ഞതുപോലെ 2,500 രൂപയാക്കും. എന്നിട്ട് ഒരു വർഷം ഇലക്ഷൻ ഇതുകൊണ്ട് അതിജീവിക്കാൻ സാധിക്കുമോ നോക്കും. ഇവർക്ക് ഭരണം കിട്ടിയിട്ടില്ലെങ്കിൽ ഇനി വരുന്ന സർക്കാരിന്റെ തലയിൽ ഇരിക്കും ഈ പറയുന്ന കാര്യം. ഇതാണ് ഇവിടുത്തെ പദ്ധതി. ശരി. അല്ല, ഇപ്പൊ എന്തായാലും ഇത് നടപ്പാകുമ്പോൾ മാത്രമേ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സിനെ കുറിച്ച് പറയുകയും ഇന്ത്യയിൽ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയ്ക്ക് വന്ന മാറ്റം പറയുകയൊക്കെ ചെയ്തപ്പോൾ ആ ഇൻഡെക്സ് അനുസരിച്ച് ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യം കേരളത്തിലാണ് എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 4ഉം 5ഉം തമ്മിൽ താരതമ്യം ചെയ്താൽ NFHS 4ന്റെ സമയത്തുണ്ടായിരുന്ന 0.70% നിന്ന് 0.55% ആയി കേരളത്തിലെ ദാരിദ്ര്യം കുറഞ്ഞിട്ടുണ്ട് എന്ന് ഇതേ നീതി ആയോഗും ഇതേ MPIയും തന്നെയാണ് പറയുന്നത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ ചർച്ച ഇത്തരം വിഷയങ്ങൾ ഡാറ്റ വെച്ച് സംസാരിക്കുമ്പോൾ അതുകൂടി ആഡ് ചെയ്യാം എന്ന് തോന്നുന്നു. ഇവിടെ ഒരു മിനിറ്റ്
ഒരു മിനിറ്റ് എന്നാ ഞാൻ പറയട്ടെ. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെന്റ് പ്രോഗ്രാം 2025 കണക്ക് പ്രകാരം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് വിമോചിപ്പിച്ചിട്ട രാജ്യം ഇന്ത്യയാണ്. 2005-2006 കാലഘട്ടത്തിൽ 55% ആളുകൾ അതിദാരിദ്ര്യത്തിലായിരുന്ന രാജ്യത്ത് നിന്ന് 2022-23 ആയപ്പോഴേക്കും കേവലം 16% അത് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. 24 കോടി ആൾക്കാർ ഇന്ത്യ അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് രാജ്യത്തിന്റെ നേട്ടമല്ല. അതെങ്ങനെയാണ് ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ മാത്രം നേട്ടം? അങ്ങനെയല്ല പറഞ്ഞത്. ഈ ഇന്ത്യയിലെ മുഴുവൻ സ്റ്റേറ്റുകളിലെ ഏറ്റവും നല്ല അവസ്ഥ അല്ലെങ്കിൽ ഏറ്റവും ദാരിദ്ര്യം കുറഞ്ഞ സംസ്ഥാനം നീതി ആയോഗിന്റെ കണക്കനുസരിച്ച് കേരളമാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ മറ്റ് ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികൾ ഫലവത്തായില്ല എന്നുള്ളതല്ല. ശ്രീ കെ സരുൺകുമാർ, നമ്മൾ ആ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടില്ല. ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു. ശരി, ഇപ്പോൾ കേരളം പരമ്പരാഗതമായി തന്നെ സാമൂഹ്യക്ഷേമ സൂചികകളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാറുണ്ട് എന്ന് മാത്രമല്ല, നിങ്ങളുടെ കഴിഞ്ഞ 2 സർക്കാരുകൾ ഡെലിവർ ചെയ്ത കാര്യം അരുൺകുമാറിന് പറയാം, അതിൽ ഒന്നും തർക്കമില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എങ്ങനെയാണ് ഈ വലിയ പദ്ധതികൾ ഡയറക്റ്റ് ക്യാഷ് ട്രാൻസ്ഫർ ആണല്ലോ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് അതാത് മാസം പണം വേണം. പണം ഇല്ലാത്തത് കൊണ്ട് ക്ഷേമ പെൻഷൻ 5 മാസം വരെ കുടിശ്ശികയായ ഘട്ടം ഉണ്ടായിരുന്നല്ലോ. പിന്നീട് അത് കൊടുത്തു തീർക്കുകയും കുടിശ്ശിക ഇല്ലാതാക്കുകയും ഒക്കെ ചെയ്തതാണ്. കഴിഞ്ഞ 3-4 കൊല്ലം മുമ്പുള്ള കാര്യങ്ങളൊക്കെ താങ്കൾക്കറിയാം. കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് വലിയ ചർച്ചയായിരുന്നു ഇത്. ക്ഷേമ പെൻഷൻ കിട്ടാത്തത് മൂലം മറിയക്കുട്ടിയുടെ സമരമൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? അപ്പോൾ നിലവിലുണ്ടായിരുന്ന ക്ഷേമ പെൻഷൻ പോലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നിരിക്കെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ അഡീഷണലായി പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതികളടക്കം എങ്ങനെയാണ് സാമ്പത്തികമായി എവിടെ നിന്നാണ് ഇതിന്റെ പണം കണ്ടെത്തുന്നത്? എങ്ങനെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്? അതിനുള്ള പണം എവിടെ എന്ന ചോദ്യത്തിലേക്ക് നമ്മൾ എത്തിയില്ല ഇതുവരെ. ഇവിടെ അങ്ങ് ആദ്യം ഒരു സംശയം ചോദിച്ചിരുന്നല്ലോ. ഓരോ വർഷവും 100 രൂപ വീതം വർദ്ധിപ്പിച്ചു. 2021 ആയപ്പോൾ അത് 500 രൂപ വർദ്ധിപ്പിച്ച് 600 രൂപയിൽ നിന്ന് ആ ഗവൺമെന്റിന്റെ കാലയളവിൽ 1600 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. ഇവിടെ പലരും ഉന്നയിക്കുന്ന ഒരു ആരോപണം അവസാന ഘട്ടത്തിൽ വലിയ വർധനവ് വരുത്തും, എന്നിട്ട് പിന്നീട് വരുന്ന ഗവൺമെന്റിന്റെ തലയിലേക്ക് ഇത് വയ്ക്കുമെന്നതാണ്. ഇവിടെ 2022 മാർച്ച് 31 കേരളത്തിലെ പെൻഷൻ കമ്പനികളുടെ പ്രവർത്തനത്തിൽ കേരളത്തിന്റെ കടമെടുപ്പ് തോത് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ പ്രഖ്യാപിക്കുന്നത് വരെ, അത്തരത്തിൽ ആഡ് ചെയ്യുന്നത് വരെ ഏതെങ്കിലും മാസം പെൻഷൻ ഇവിടെ കുടിശ്ശിക വരുത്തിയിരുന്നോ? ഇല്ലല്ലോ. ഈ 1600 രൂപ കോവിഡ് കാലത്തും കൃത്യമായി ജനങ്ങളുടെ വീട്ടിലെത്തിച്ചു കൊടുത്തില്ലേ? ഒരു മാസവും കുടിശ്ശിക വരുത്തിയില്ല. അവസാനം കേന്ദ്ര ഗവൺമെന്റ് കേരളത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കണമെങ്കിൽ, ഇടതുപക്ഷ മനസ്സിനെ തകർക്കണമെങ്കിൽ ക്ഷേമ പദ്ധതികൾ തകർക്കണമെന്ന് തീരുമാനിച്ച് പെൻഷൻ കമ്പനികളുടെ പ്രവർത്തനത്തിൽ ഒരു പൂർവ്വകാല റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ 2016 മുതൽ നിങ്ങൾ കൊടുത്ത പെൻഷൻ വിതരണത്തിലുള്ള തുക മുഴുവൻ നിങ്ങളുടെ കടമെടുപ്പ് തോതിലേക്ക് ഒരു 6 കൊല്ലം പിന്നിലേക്ക് കടമെടുപ്പ് തോതിലേക്ക് പെടുത്തിയപ്പോഴാണ് പ്രതിസന്ധി വന്നത്. 5-6 മാസം കുടിശ്ശിക വരുത്തി. പക്ഷെ കുടിശ്ശിക വന്നു. ആ കുടിശ്ശികയും മറ്റൊരു കേന്ദ്ര അധിക പാക്കേജ് ഇല്ലാതെ തന്നെ നമ്മൾ തരണം ചെയ്തില്ലേ? അപ്പൊ താങ്കൾ ചോദിച്ചു, ഇപ്പൊ ചോദ്യം ഇത് എവിടെന്ന് പണം? ഞാൻ അതാണ് പറഞ്ഞ, പല പ്രയോറിറ്റിയിലും മാറ്റം വരുത്തി. ഒന്ന്, പശ്ചാത്തല വികസന രംഗത്ത് വരുന്ന ഇടപെടലുകൾ, ക്ഷേമ പദ്ധതികളിൽ വരുന്ന ഇടപെടലുകൾ, വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന ഇവ പ്രയോറിറ്റിയിൽ ചെറിയ വ്യത്യാസം കഴിയുന്നു. ഞങ്ങൾ പുതിയ ഫണ്ട് സമാഹരണം എന്ന് പറയുമ്പോൾ വരുമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതിനപ്പുറത്ത്, അതായത് കേരളത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതി പ്ലാൻ കട്ട് ചെയ്യുക, പ്ലാൻ വെട്ടിക്കുറച്ച് ഉള്ള പണം, അവൈലബിൾ ആയിട്ടുള്ള പണം ആളുകളുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുക എന്ന ഒരു രീതിയിലേക്ക് എത്തി എന്നാണോ ഞാൻ മനസ്സിലാക്കേണ്ടത്? ഇല്ല, അങ്ങനെ താങ്കൾ ഒരിക്കലും മനസ്സിലാക്കരുത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഞാൻ ആദ്യത്തെ ഉത്തരം പറഞ്ഞപ്പോഴേക്കും താങ്കൾ ഇടപെട്ടതാണ്. ഒന്ന്, നമ്മുടെ പ്രയോറിറ്റിയിൽ ചെറിയ മാറ്റം വരുത്തി. 2, ഇവിടെ കിട്ടാതെ കിടക്കുന്ന വലിയ നികുതി കുടിശ്ശികയുണ്ട്. ആ നികുതി കുടിശ്ശിക കൃത്യമായി പിരിച്ചെടുക്കാൻ നമുക്കറിയാം റവന്യൂ വകുപ്പും മറ്റ് അനുബന്ധ വകുപ്പുകളും എല്ലാം കാര്യക്ഷമമായിട്ട് തന്നെ ഇടപെടുന്നു. 3, നമ്മുടെ കാർഷിക രംഗത്തും വ്യവസായ രംഗത്തും വലിയ മാറ്റം വരുത്തിയിരിക്കുന്നു. പുതിയ സംരംഭങ്ങൾ ആരംഭിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടെല്ലാം വലിയ മാറ്റം നമ്മുടെ നാട്ടിൽ നടക്കുകയാണ്. ക്യാമ്പസുകളെല്ലാം ക്യാമ്പസ് ഇൻഡസ്ട്രി ആയിട്ട് മാറുമ്പോൾ തൊഴിൽ സാധ്യത കൂടുകയാണ്. അങ്ങനെ ഈ അടുത്ത കാലത്ത് ഗവൺമെന്റ് പ്രഖ്യാപിച്ച മുഴുവൻ കാര്യങ്ങളും നമുക്ക് പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയ തരത്തിൽ സ്വയം പര്യാപ്തതയായിട്ട് മാറാൻ കഴിയുന്നു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കടമെടുപ്പ് തോതിൽ ഒന്നാമതാണ്. ഏറ്റവും കൂടുതൽ കടം ഈ ഇടതുപക്ഷ സർക്കാരാണ്, കേരളമാണ്. ശ്രീലങ്കയാകാൻ പോകുന്നു എന്ന് പറഞ്ഞ് കളിയാക്കിയത് ഒരു 3-4 മാസം മുമ്പ് വരെയാണ്. ഇപ്പോഴത്തെ മാധ്യമങ്ങളടക്കം പറയുന്നു ഈ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ കടത്തിന്റെ ആ വലിപ്പം എടുത്തു നോക്കിയാൽ ആദ്യത്തെ 15 സംസ്ഥാനങ്ങളിൽ കേരളം ഇല്ല എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾ തന്നെയില്ല, കൃത്യമായിട്ടുള്ള വിവരം വെച്ചുകൊണ്ട്. എങ്ങനെയാണ് ഇത് സാധിച്ചത്? അതുകൊണ്ട് ഇവിടെ ചില പ്രത്യേക ലക്ഷ്യത്തോടെ ഈ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താൻ നടത്തിക്കൊണ്ടിരിക്കുന്ന നുണപ്രചരണങ്ങളെല്ലാം വ്യാജമാണ്. കേരളം വിവിധ രംഗങ്ങളിൽ സ്വയം പര്യാപ്തതയോടെ ഒന്നാമതെത്തുന്നു എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. രണ്ടാമത്തെ കാര്യം,
ഇവിടെ നമുക്ക് കടമുണ്ട്, പക്ഷേ ആ കടം തിരിച്ചടയ്ക്കാൻ പാകത്തിന് നമുക്ക് സാമ്പത്തിക ശേഷിയുണ്ട്. കടം ഒരിരട്ടിയായിട്ട് മാറുന്നുണ്ടെങ്കിൽ നമ്മുടെ വരുമാനം 3 ഇരട്ടിയായിട്ട് മാറുകയാണ്. വലിയ വലിയ സംരംഭകർക്കും നിക്ഷേപകർക്കും കോർപ്പറേറ്റുകൾക്കും എല്ലാം കടമുണ്ട്, പക്ഷേ അവർക്ക് അതിനടുത്ത സ്വത്തുണ്ട്, സ്വത്തും തിരിച്ചടയ്ക്കാനുള്ള ശേഷിയുണ്ട്. ഇതൊരു ധനകാര്യ സംക്രമണമാണല്ലോ. പണം ചെറിയ രൂപത്തിൽ കടമെടുക്കുന്നു, വ്യവസായത്തിന് മുടക്കുന്നു, അതിന്റെ ലാഭം ഉപയോഗിച്ചുകൊണ്ട് കടം തിരിച്ചു വിട്ടുന്നു, അതിന്റെ ഭാഗമായിട്ടുള്ള അനുബന്ധ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. അത്തരത്തിൽ സമ്പത്തിന്റെ വലിയ സംക്രമണം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നന്നായിട്ട് ഊട്ടിയുറപ്പിക്കുന്നതിൽ LDF ഗവൺമെന്റ് വൻ വിജയമാണ്. പ്രത്യേകിച്ച് അവസാനത്തെ 2 കൊല്ലം ആ രംഗത്ത് വലിയ മാറ്റം വരുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പ്രഖ്യാപിച്ച കാര്യങ്ങൾ അടുത്ത ഗവൺമെന്റിലേക്ക് കൈമാറുകയല്ല, പ്രഖ്യാപിച്ച കാര്യങ്ങൾ ഈ ഗവൺമെന്റിന്റെ ഭരണ തുടർച്ചയിൽ LDF സർക്കാർ തന്നെ ഇത് വിതരണം ചെയ്യും. വീണ്ടും 2500 ഞങ്ങൾ വർദ്ധിപ്പിക്കും. പ്രഖ്യാപിച്ച, അതായത് പ്രകടന പത്രികയാണ് ആധാരം. ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടപ്പാക്കുമ്പോൾ അനുബന്ധമായിട്ടും ചില കാര്യങ്ങൾ കൂടി ഇടപെടേണ്ടി വരും. ആ ഓരോ രാഷ്ട്രീയ സാഹചര്യത്തിലും ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ കൂടി അഡ്രസ് ചെയ്തുകൊണ്ട് ഈ കേരളം ലോകത്തിന് മാതൃകയായിട്ട് മാറും. ലോകത്ത് എവിടെയും കിട്ടാത്ത വിദ്യാഭ്യാസം, ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കേരളത്തിൽ എവിടെയും കിട്ടുന്ന കൃത്യമായിട്ടുള്ള ആരോഗ്യം കേരളത്തിൽ, തൊഴിൽ കേരളത്തിൽ, അങ്ങനെ മാനവ വിഭവ സൂചികയിലും സുസ്ഥിര വികസന സൂചികയിലും നമ്മൾ ഒന്നാമതാണെന്ന് പറയുന്നത് ഈ BJP പ്രതിനിധിയുടെ കേന്ദ്ര രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്, ആ ഗവൺമെന്റ് തന്നെയാണ് ഇത്രയധികം ഒന്നാമതായി നമ്മൾ പ്രഖ്യാപിക്കുന്നത്. പ്രസിഡന്റ് വന്ന് ഇവിടെ നടത്തിയ പ്രസംഗമൊക്കെ ആ BJP ഒന്ന് റിവൈൻഡ് ചെയ്ത് കേൾക്കണം. സൂചികയിൽ കേരളം സാധാരണ നിലയിൽ ഒന്നാമത് തന്നെയാണ് ഉണ്ടാവാറുള്ളത്. ഇവിടെ ഇപ്പോൾ നേരത്തെ ശ്രീ അരുൺകുമാർ പറഞ്ഞ ഒരു കാര്യം, കേരളം മോശം കടാനുപാതമുള്ള ആദ്യത്തെ 15 സംസ്ഥാനങ്ങളിൽ പെടുന്നില്ല. അത് CAG വ്യക്തമാക്കിയിട്ടുണ്ട്. CAG ആ കാര്യം അവരുടെ റിപ്പോർട്ടിൽ ചേർത്തത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ്. ശരിയാണ് ആ കാര്യം പറഞ്ഞത്. പക്ഷേ അതേ CAG പറഞ്ഞ കാര്യം അതേ മാധ്യമ റിപ്പോർട്ടിൽ തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അത് ഈ സംസ്ഥാന സർക്കാർ വരുമാനം കണ്ടെത്തുന്നതിനെ കുറിച്ച് കൂടിയാണ്. ഞാൻ ആ മാധ്യമ റിപ്പോർട്ട്, താങ്കൾ പറഞ്ഞ മാധ്യമ റിപ്പോർട്ട് വായിക്കാം. ഈ കടത്തിന്റെ കാര്യം പറഞ്ഞതിന് ശേഷം പിന്നെ പറയുന്നത് സംസ്ഥാനത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ 80% വരുമാനം സ്വന്തമായും കണ്ടെത്തുന്ന ഹരിയാനയാണ് ഇന്ത്യയിലെ ഏറ്റവും സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലുള്ള സംസ്ഥാനം. 16 സംസ്ഥാനങ്ങൾ മികച്ച വരുമാനം എന്ന നേട്ടം കൊയ്ത ആ പട്ടികയിൽ ഈ 16 സംസ്ഥാനങ്ങളിൽ കേരളമില്ല. മറുവശത്ത് വരുമാന കമ്മി നേരിടുന്ന 12 സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലാണ് കേരളം. ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശ്രീ അരുൺകുമാർ, സ്വന്തം നിലയിൽ കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്ത് മെച്ചപ്പെട്ട സാമ്പത്തികാവസ്ഥയിൽ ഉള്ള 16 സംസ്ഥാനങ്ങളുടെ പട്ടികയിലും കേരളമില്ല. കേരളം ഉള്ളത് റവന്യൂ കമ്മി നേരിടുന്ന, അതായത് ചെലവും വരവും തമ്മിലുള്ള അന്തരം നേരിടുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിലാണ്. അങ്ങനെയുള്ള ഘട്ടത്തിലാണ് വീണ്ടും എക്സ്പെൻഡിച്ചറായി ഇങ്ങനെ ഒരു 13,000-ഓ 14,000-ഓ കോടി കൂടി വരുത്തി വെക്കുന്നത്. അതെങ്ങനെ അഡ്രസ് ചെയ്യും എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. ഒറ്റ മിനിറ്റ്, അങ്ങ് മനസ്സിലാക്കേണ്ടത് ഈ വരുമാന കമ്മി ഒരു ഘട്ടത്തിലും നമ്മൾ ആ കമ്മി ഇല്ലാതായിട്ടില്ല കേരള രൂപീകരണത്തിന് ശേഷം. കാരണം നമ്മുടെ ഏറ്റവും വലിയ വരുമാനമായിരുന്നല്ലോ ഏലം, കാപ്പി, തേയില, കുരുമുളക്, സുഗന്ധ വ്യഞ്ജനങ്ങൾ തന്നെയാണ് നമ്മുടെ കരുത്ത്. 2 നമ്മുടെ ടൂറിസം മേഖല. ഈ സുഗന്ധ വ്യഞ്ജനങ്ങൾ ആഗോള വിപണിയിൽ വരെ വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇപ്പൊ പോർച്ചുഗീസുകാരും ഡച്ചുകാരും കേരളം തേടി വന്നത് കുരുമുളക് തേടിയിട്ടാ, കറുത്ത പൊന്ന് തേടിയിട്ടാ വന്നത് നമുക്കറിയാം. ആസിയൻ കരാർ അടക്കം കേന്ദ്ര ഗവൺമെന്റ് പല ഘട്ടത്തിൽ നടപ്പാക്കിയ നിയമത്തിന്റെ ഭാഗമായി ഇറക്കുമതി ഉദാരമാക്കിയപ്പോൾ നമ്മുടെ ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഏറ്റവും ലോകത്തൊന്നാമത് കയറ്റുമതി ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ സംസ്ഥാനം, ആ സംസ്ഥാനം വലിയ പ്രതിസന്ധിയിൽ വന്നു. ഇതിലും വില കുറഞ്ഞ് വരുന്ന സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ ദേശീയ നയങ്ങൾ പല ഘട്ടത്തിൽ നമ്മളെ പിന്നോട്ടടുപ്പിച്ചു. പക്ഷേ ഇപ്പോഴും നമ്മൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നു. ഇപ്പൊ ടൂറിസം രംഗത്ത് അടുത്ത കാലത്ത് വന്നൊരു കുതിപ്പുണ്ട്. ഈ ടൂറിസം രംഗത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ വരുന്ന ഒരു 10 കൊല്ലം കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങളെ കുറിച്ച് വലിയ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ പ്രസ്താവനകളും ഇടപെടലുകളും റിപ്പോർട്ടുകളും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ ധനകമ്മിയെ നമ്മൾ ഇതുവരെ അതിജീവിച്ചില്ലെങ്കിലും സമീപകാലത്ത് നമ്മൾ അതിജീവിക്കാൻ പോകുകയാണ്. അത് ഒറ്റ കാര്യം, ഈ LDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ കൊണ്ടുവന്ന പല കാര്യങ്ങളും പിന്നെ വരുന്ന UDF തകർത്തു കളയും. അപ്പൊ അതിന് തുടർച്ച ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ അതിന് മാറ്റം വന്നു. 2016 മുതൽ തുടർച്ചയായിട്ട് വരുന്നു. ഈ തുടർച്ച നല്ല ലക്ഷണമാണ്. ഇത്രയും വലിയ നേട്ടങ്ങളിലേക്ക് കേരളം മാറാൻ കാരണവും ഈ തുടർച്ചയാണ്. ഈ തുടർച്ച ജനങ്ങൾ അംഗീകരിക്കുന്നു. ഈ തുടർച്ചയായി കേരളം മുന്നോട്ട് പോകും. എത്തിപ്പിടിക്കാൻ കഴിയുന്ന എല്ലാ നേട്ടങ്ങളും കേരളം നേടും. അനൂപ്, ഇവിടുത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ, തെരഞ്ഞെടുപ്പിന്, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തലേ മാസമാണിത് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഒറ്റ മാസം കൊടുത്താൽ മതിയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി എത്ര മാസമുണ്ട്? അടുത്ത വർഷം ഏപ്രിൽ മാസത്തിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. നവംബർ മുതലാണ് പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കൂ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, ഇത്രയും മാസങ്ങളിൽ ഈ സർക്കാർ ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന പണം നവംബർ 1-ാം തീയതി മുതൽ ആളുകളുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തേ പറ്റൂ, കൊടുക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ കൊടുക്കാൻ പറ്റാത്ത കാര്യം പ്രഖ്യാപിച്ചിട്ട് അടുത്ത ഗവൺമെന്റ് നോക്കിക്കോട്ടെ എന്ന് പറയുകയല്ല ചെയ്തത്. 5 മാസം കൊടുത്തു കാണിച്ചിട്ടാണ് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് എന്നൊരു പ്രശ്നമുണ്ട്. അഭിലാഷേ, അതിലേക്കൊക്കെ ഞാൻ വരാം.
അരുൺകുമാർ ഇവിടെ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഇവിടെ ഇങ്ങനെ ഒരു ചർച്ചയിൽ വന്ന് പറയുന്ന കാര്യങ്ങൾ ആളുകൾ കാണുന്നില്ലേ? അദ്ദേഹം പറയുന്നത് എന്താ, നമുക്ക് കടമുണ്ട്, പക്ഷേ കടം വീട്ടാനുള്ള വരുമാനം ഉണ്ടെന്നേ, എത്ര കടം വേണമെങ്കിൽ എടുത്താൽ വീട്ടാം. ഏത് സർക്കാരിനെ പറ്റി അദ്ദേഹം ഈ പറയുന്നത്? ഈ കഴിഞ്ഞ ദിവസം മുൻപ് വരെ ഇവിടെ കേരളത്തിലെ സർക്കാർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ആ പ്രതിസന്ധി പരിഹരിക്കാൻ സ്വന്തം രാഷ്ട്രീയം മാറ്റിവെച്ച് രാഷ്ട്രീയ നിലപാട് സറണ്ടർ ചെയ്ത് കീഴടങ്ങി കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ നിന്നൊരു സർക്കാരിനെ കുറിച്ചാണ് പറയുന്നത്. തിരിച്ചടയ്ക്കാനുള്ള ശേഷിയുണ്ടെന്ന് ജനങ്ങൾ കാണുന്നില്ല. ഇതൊക്കെ കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പാണെന്നേ. എന്നിട്ട് CPIയുടെ വലിയ സമ്മർദ്ദം ഉണ്ടായപ്പോൾ അതിൽ നിന്ന് മാറുന്നു എന്നൊക്കെ പുകമറയുണ്ടാക്കി അതിൽ നിന്ന് തൽക്കാലത്തേക്ക് മാറുന്നു എന്ന് കാണിച്ച സർക്കാരിനെ പറ്റി പറയുന്നത്. ഇതൊരു പദ്ധതിയിൽ മാത്രമാണോ? വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട PM ശ്രീയുടെ കാര്യങ്ങൾ മാധ്യമങ്ങളടക്കം വലിയ ചർച്ചയായതുകൊണ്ട് ചർച്ചയായി. അതിനു മുമ്പ് കണ്ണൂരിനെ അതിതീവ്ര ഈ മാവോയിസ്റ്റ് ബാധിത ജില്ലകളുടെ പട്ടികയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ പിണറായി വിജയൻ അമിത്ഷായുടെ മുമ്പിൽ ഒന്ന് പറഞ്ഞത് എന്താണെന്നറിയോ? മാവോയിസ്റ്റുകളെ ഞങ്ങൾ അടിച്ചമർത്താം, ഞങ്ങൾക്ക് പൈസ വേണം. കേന്ദ്രത്തിൽ CPMന്റെ നിലപാട് മാവോയിസ്റ്റുകളെ സായുധമായി നേരിടരുതെന്ന ആ CPMന്റെ നിലപാട് കൈയൊഴിഞ്ഞ് സംഘപരിവാറിന്റെ നിലപാട് നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് പൈസ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്റേണൽ ത്രെട്ട് എന്നുള്ളത് മാവോയിസ്റ്റുകളാണ്. പി ചിദംബരമാണ് അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി. ഏറ്റവും വലിയ മാവോയിസ്റ്റ് വേട്ട നടന്നത് 2005-നും 2010-നും ഇടയിലുള്ള കാലത്താണ്. അന്ന് പി ചിദംബരമാണ് ആഭ്യന്തരമന്ത്രി. സാൽവ ജുദും ഒക്കെ രൂപം കൊണ്ടത് ഏത് കാലത്താണ്? അല്ല അഭിലാഷേ, ഞാൻ പറയുന്നത് അതല്ലല്ലോ. നിങ്ങൾക്ക് കോൺഗ്രസ് എടുത്ത നിലപാടിനെ കുറിച്ച് വിമർശിക്കാം, പക്ഷേ ഈ മാവോയിസ്റ്റ് വേട്ട എന്നുള്ളത് സംഘപരിവാർ നിലപാടാണെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞതാ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഭ്യന്തര സുരക്ഷാ ഭീഷണി എന്ന് പറയുന്നത് മാവോയിസമാണ് എന്ന് പറഞ്ഞ് മാവോയിസ്റ്റുകളെ കൊല്ലാൻ തീരുമാനിച്ചു. മാവോയിസ്റ്റ് വേട്ട അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിൽ നടത്തിയത് കോൺഗ്രസിന്റെ സർക്കാരാണ്, UPA സർക്കാരാണ്. അത് നോക്കുമ്പോ പിണറായി വിജയനിലെ ഏറ്റവും വലിയ കേരളത്തിലെ കാര്യം ഏറ്റുമുട്ടൽ, കൊലപാതകങ്ങൾ, കുപ്പിസ്വാമി. അല്ല, ഞാൻ പറയുന്നത് എന്താ, അത് താങ്കൾ ഡിബേറ്റ് ചെയ്തോ. കോൺഗ്രസിന്റെ നിലപാടിനെ താങ്കൾ വിമർശിക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. താങ്കൾക്ക് വിമർശിക്കാം, നെഹ്റു സർക്കാർ തൊട്ട് മൻമോഹൻ സിംഗ് സർക്കാരിനെ വരെ വിമർശിക്കാം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താ? ഞാൻ ഈ ചർച്ചയിൽ ഉയർത്തിയ പ്രശ്നം എന്താ? ഒരു ഘട്ടത്തിൽ CPMന്റെ കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിക്കുക. മാവോയിസ്റ്റ് പ്രശ്നം എന്ന് പറയുന്നത് ചർച്ചയിലൂടെ പരിഹരിക്കേണ്ടതാണ്. പോലീസിനെ ഉപയോഗിച്ചോ സൈന്യത്തെ ഉപയോഗിച്ചോ സായുധമായി പരിഹരിക്കേണ്ടതല്ല. മറുവശത്ത് പോളിറ്റ് ബ്യൂറോ മെമ്പറായ പിണറായി വിജയൻ ആ CPMന്റെ കേന്ദ്ര നിലപാടിന്റെ കൈയൊഴിഞ്ഞ് അമിത്ഷായോട് പോയി കൈനീട്ടുകയാണ്. ഞങ്ങൾ നിങ്ങളുടെ നയം നടപ്പിലാക്കാം. അത് ആഭ്യന്തര വകുപ്പിൽ അങ്ങനെയാണ്, വിദ്യാഭ്യാസ വകുപ്പിൽ അങ്ങനെയാണ്. അങ്ങനെ വ്യത്യസ്ത വകുപ്പുകളിൽ സ്വന്തം നിലപാട് മാറ്റി കേന്ദ്ര സർക്കാർ ഫണ്ടിന് വേണ്ടി കൈനീട്ടുന്ന, സ്വന്തം രാഷ്ട്രീയം കൈയൊഴിയുന്ന ഒരു സർക്കാരാണ് പറയുന്നത് ഞങ്ങൾ എത്ര കടം വേണമെങ്കിലും എടുത്താൽ തിരിച്ചടയ്ക്കാനുള്ള ശേഷിയുണ്ട് എന്ന് പറയുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. പിന്നെ ഇവർ പറയുന്ന കാര്യങ്ങൾ എന്താ? ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിന് ഇപ്പോഴും മറുപടി പറഞ്ഞില്ല. കേരളം തുടങ്ങുന്നത്, കേരളത്തിലെ ക്ഷേമ പെൻഷനുകളുടെ ചരിത്രം തുടങ്ങുന്നത് EK നായനാർ ഗവൺമെന്റ് കാലത്താണെന്നാണ് ആവർത്തിച്ച് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, R ശങ്കർ ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ, അല്ല ഒരു കാര്യം കൂടിയുണ്ട്, ഈ R ശങ്കർ ധനകാര്യമന്ത്രിയായിരുന്നപ്പോൾ ഈ പറയുന്ന വിധവാ പെൻഷനും ഈ പറയുന്ന വാർദ്ധക്യകാല പെൻഷനും ഉൾപ്പെടുത്തി. ഇനി EK നായനാർ ഗവൺമെന്റിന്റെ കാര്യം എടുത്താലും 1981 EK നായനാർ ഗവൺമെന്റ് എന്ന് പറഞ്ഞത് എന്താ? കോൺഗ്രസിലെ AK ആന്റണിയും ഉമ്മൻചാണ്ടിയും VM സുധീരനും ഒക്കെ ഉൾപ്പെടെയുള്ള ഇന്നത്തെ കോൺഗ്രസിലെ ഒരു വലിയ വിഭാഗത്തിന്റെ കൂടി പിന്തുണയിൽ നിലനിന്നതും അവർ പിന്തുണ പിൻവലിച്ചപ്പോൾ പോയതുമായ സർക്കാരാ. ഞങ്ങൾക്ക് കൂടി കോൺഗ്രസിന്റെ വലിയ വിഭാഗത്തിന് പങ്കുള്ള സർക്കാരാ. 4 മന്ത്രിമാർ CPMനുള്ളപ്പോൾ 4 മന്ത്രിമാർ കോൺഗ്രസിനുള്ള സർക്കാരാ. അപ്പൊ നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങനെ കേരളം ഉണ്ടാക്കിയെന്നും പറഞ്ഞു വരണ്ട. ഇത് കൃത്യമായി കേരളത്തിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെ കുറിച്ച് പറയുന്നു. കേരളത്തിന്റെ പൊതുവായ സാമ്പത്തിക സ്ഥിതി ഉണ്ടായതിന് നിരവധിയായ ഗവൺമെന്റ് ഉണ്ട്. 10 വർഷം ഇപ്പോഴുള്ള ആദ്യമായി തുടർഭരണം ഉണ്ടാകുന്നത്. ഈ തുടർഭരണം ഉണ്ടായപ്പോ ആദിവാസിയായ മധു ഭക്ഷണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കൊന്ന സാഹചര്യം ഉണ്ടായത് പിണറായി വിജയൻ മരിക്കുമ്പോഴല്ലേ? ദേവിക എന്ന് പറയുന്ന ആദിവാസി പെൺകുട്ടി, SC പെൺകുട്ടിക്ക്, ദളിത് പെൺകുട്ടിക്ക് മൊബൈൽ ഫോൺ ഇല്ലാതെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് പിണറായി വിജയന്റെ തുടർഭരണത്തിലല്ലേ? അങ്ങനെ സമൂഹത്തിന്റെ നാനാഭാഗത്തുള്ള പാർശ്വവൽകൃത വിഭാഗങ്ങൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന കാലഘട്ടം. അതിനെ കുറിച്ച് കൂടി പറയാൻ കുമാറേ. അത്തരം വിഷയങ്ങളിലേക്കൊക്കെ നമുക്ക് എണ്ണിപ്പോവാൻ കഴിയുമോ എന്നറിയില്ല. സമയത്തിന് ചുരുക്കമുണ്ട്. ഒറ്റ ഇടവേള കൂടി ഉണ്ട്. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് ഉണ്ട്. ശ്രീ ശങ്കുട്ടിദാസ്, താങ്കൾ നേരത്തെ ചോദിച്ച ചോദ്യം എങ്ങനെ പണം കണ്ടെത്തും എന്നുള്ളതാണ്. എങ്ങനെ പണം കണ്ടെത്തും എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫെഡറൽ വ്യവസ്ഥയിൽ ഉള്ള രാജ്യമാണ്. ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് നോക്കിയാൽ കേരളത്തിന് മാത്രമായുള്ള ധനസമാഹരണ മാർഗങ്ങളിൽ പരിമിതിയുണ്ട്. അപ്പോൾ ഇവിടെ നോക്കൂ, കൂടുതൽ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഭരണമാണ്. 1-ാം പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന അവസ്ഥയായിരുന്നില്ല 2-ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത്. 1-ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുത്തിരുന്നത് ഒരു കമ്പനി രൂപീകരിച്ച് ആ കമ്പനി വായ്പ എടുത്ത്
ആ നിലയിലായിരുന്നു പെൻഷൻ വിതരണം നടത്തിയിരുന്നത്. അടിസ്ഥാന സൗകര്യ വികസനം നടത്തിയത് കിഫ്ബി വഴി വായ്പ എടുത്ത് കിഫ്ബി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി പണം മുടക്കുന്ന ആ മോഡലിലായിരുന്നു. നോക്കൂ, രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് കേന്ദ്ര സർക്കാർ ഈ 2 വായ്പകളെയും കേരളത്തിന്റെ മൊത്തം കടപരിധിയിൽപ്പെടുത്തിയത്. അതോടുകൂടി അങ്ങനെ പുറത്തുനിന്ന് വായ്പ എടുക്കൽ, ഓഫ് ബജറ്റ് ബോറോവിംഗ് എന്ന് പറയുന്ന കാര്യം തന്നെ ഏറെക്കുറെ അസാധ്യമായ അവസ്ഥയായി. മൊത്തം കേരളത്തിന്റെ കടപരിധിക്കകത്തു നിന്നുള്ള കടമെടുപ്പേ നടക്കൂ എന്ന അവസ്ഥ ഉണ്ടായി. അപ്പോൾ കേന്ദ്രം വളരെ വളരെ വരിഞ്ഞു മുറുക്കി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ്. അപ്പോൾ അവരോട് നിങ്ങൾ എങ്ങനെ പൈസ ഉണ്ടാക്കുമെന്ന് ചോദിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? നോക്കൂ, അത് നരേന്ദ്രമോദി സർക്കാരിന്റെ നയമല്ലല്ലോ. ഒരു സംസ്ഥാനത്തിന്റെ കടമെടുക്കൽ പരിധിയുമായി ബന്ധപ്പെട്ട നിയമം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2005 മുൻപ് തയ്യാറാക്കിയിട്ടുള്ള നിയമമാണ്. ആ നിയമത്തിലാണ് ഇത്ര ശതമാനം വരെ 3.5% വരെയേ ബോറോ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന വ്യവസ്ഥയുള്ളത്. ആ വ്യവസ്ഥയെ വളരെ കർശനമായി നടപ്പാക്കുക മാത്രമാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ ചെയ്യുന്നത്. അല്ലാതെ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി നിശ്ചയിച്ചത് നരേന്ദ്രമോദി സർക്കാർ അല്ല. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ കേരളത്തിൻ്റെ ബജറ്റിൻ്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ 2 ലക്ഷം കോടി രൂപയുടെ ഒരു എക്സ്പെൻഡിച്ചർ പ്രതീക്ഷിക്കുന്ന ബജറ്റ് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ റവന്യൂ എന്ന് പറയുന്നത് ഏതാണ്ട് 1,45,000 കോടി രൂപ മാത്രമാണ്. 55,000 കോടി രൂപയോളം നമ്മൾ റവന്യൂ ഡെഫിസിറ്റാണ്. ആ റവന്യൂ ഡെഫിസിറ്റ് നമ്മൾ എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നത്? നമ്മൾ കടമെടുത്തുകൊണ്ടാണ്. അപ്പോൾ ഓൾറെഡി നമുക്ക് ബജറ്റിൽ അലോക്കേറ്റ് ചെയ്ത, ബജറ്റിൽ പ്രഖ്യാപിക്കപ്പെട്ട പരിപാടികൾ നടപ്പാക്കാൻ തന്നെ നമുക്ക് ഏതാണ്ട് 55,000 കോടി രൂപയുടെ പണം ആവശ്യമുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ കടമെടുപ്പ് പരിധി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് കൂടുതൽ കടമെടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മളൊരു 13,000 കോടി രൂപയുടെ അധിക ബാധ്യത വരുന്ന ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടില്ലാത്തൊരു പദ്ധതി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇവിടെ കേന്ദ്ര സർക്കാരിൽ നിന്ന് സഹായത്തെ പറ്റി പറയുമ്പോൾ അങ്ങ് തന്നെ പറഞ്ഞു, ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ എന്ന് പറയുന്നതിൽ കേന്ദ്രത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ കുറവാണ്, 2% മാത്രമാണ്. ഇത് പൂർണ്ണമായിട്ട് സംസ്ഥാനത്തിൻ്റെ വഴിക്ക് തുക കണ്ടെത്തി നടപ്പാക്കുന്ന പദ്ധതിയാണ്. അപ്പോൾ എന്താണ് സംസ്ഥാനത്തിന് അതിനു മുമ്പിലുള്ള മാർഗം? എന്ത് വഴിയാണ് നിങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് എന്ന് ഈ പരിപാടി പ്രഖ്യാപിക്കുന്ന സമയത്ത് വിശദീകരിക്കാൻ ഇടതുപക്ഷത്തിൻ്റെ പ്രതിനിധികൾക്ക് അവകാശമില്ല, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള ഉത്തരവാദിത്വമില്ലേ? അതല്ലാതെ പദ്ധതി ഞങ്ങൾ പ്രഖ്യാപിച്ചു, പണമൊക്കെ ഞങ്ങൾ കണ്ടെത്തിക്കോളാം, ഞങ്ങൾ ഏതെങ്കിലും വഴിക്ക് മന്ത്രം ചൊല്ലിയിട്ട് വരുത്തിക്കോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ളത് നടത്തിക്കൊണ്ട് പോകാൻ കഴിയുന്ന ഒരു സസ്റ്റൈനബിൾ പ്രോജക്റ്റ് ആയിട്ടല്ല ഇവർ പ്രഖ്യാപിക്കുന്നത്. ഇത് കേവലം ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ്, ഒരു ഇലക്ട്രൽ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്കാണ് എന്നുള്ളതാണ് നമ്മളവിടെ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഇവിടെ ഇപ്പോൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ കടത്തിൻ്റെ കാര്യം പറയുമ്പോഴൊക്കെ അരുൺകുമാർ ആവർത്തിച്ച് പറയുന്നുണ്ട്, ആദ്യത്തെ 15 സ്ഥാനത്ത് ഞങ്ങളില്ല, ആദ്യത്തെ 15 സ്ഥാനത്ത് ഞങ്ങളില്ല. അങ്ങ് കൃത്യമായി സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ 15 സ്ഥാനത്തിൽ ഈ ഡെപ്റ്റ് ടു GDP റേഷ്യോയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കേരളമില്ല. കേരളത്തിൻ്റെ ഡെപ്റ്റ് ടു GDP റേഷ്യോ നല്ലതാണെന്നല്ല കേട്ടോ ഈ പറയുന്ന ഇദ്ദേഹത്തിൻ്റെ CAG-യുടെ സ്റ്റഡീസിൽ പറയുന്നു. കേരളത്തിൻ്റെ ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത് 35%. ഒരു റോബസ്റ്റ് എക്കോണമിക്ക് അഡ്വൈസബിൾ ആയിട്ടുള്ള ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത് 20% ആണെങ്കിൽ നമ്മൾ അതിനേക്കാളൊക്കെ വളരെ മുകളിലാണ്, 35% ആണ്. പക്ഷേ ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ സൈസും അവരുടെ റവന്യൂ ഉൽപ്പാദന മാർഗങ്ങളും വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു റവന്യൂ ജനറേഷൻ മോഡൽ ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ബാക്കി സംസ്ഥാനങ്ങൾ കടമെടുക്കുന്നുണ്ടായിരിക്കാം, ആ കടത്തെ പരിഹരിക്കാൻ അവർക്കുള്ളിൽ നിന്ന് ധനം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രക്രിയ അവിടെയൊക്കെ നടക്കുന്നുണ്ട്. കേരളത്തിന്റെ പ്രശ്നം എന്താ? ഈ പറയുന്ന റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് എന്താ? നമ്മുടെ മൊത്തം റവന്യൂവിന്റെ 70% നമ്മൾ സാലറിയും പെൻഷനും കൊടുക്കാനാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ മൊത്തം വരുമാനത്തിന്റെ 75% സാലറീസും പെൻഷൻസുമായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ബാക്കിയുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട്, ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട്, ഡെവലപ്മെന്റൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അടുത്ത തലമുറയുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും ചെലവഴിക്കാൻ നമ്മുടെ കയ്യിൽ പണമില്ല. ഉള്ള ആളുകൾക്ക് സാലറി പെൻഷൻ കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ പ്രശ്നമെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് നിൽക്കുമ്പോൾ അതിനെ പരിഹരിക്കുകയാണോ അതോ നിങ്ങൾ പെൻഷനേഴ്സ് പൂൾ വീണ്ടും വികസിപ്പിക്കുകയാണോ ചെയ്യുന്നത്? പെൻഷൻ കിട്ടുന്ന ആളുകളുടെ എണ്ണം കൂടുതൽ വർദ്ധിപ്പിക്കുകയാണോ ചെയ്യുന്നത്? അപ്പോൾ നിങ്ങളുടെ എക്കണോമിക് മോഡൽ വിപരീതമാണ്, തലതിരിഞ്ഞതാണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. അതല്ലെങ്കിൽ ഞങ്ങൾ ഈ 13,000 കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ അത് ഇന്ന മാർഗത്തിൽ നിന്ന് പണം സമാഹരിക്കാൻ ഞങ്ങളൊരു ഉപായം കണ്ടിട്ടുണ്ട്. ആ രീതിയിൽ ഞങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന വിഷയം അവരുടെ ബാധ്യതയാണ്. ശരി, ഫൈനൽ ശ്രീ അരുൺകുമാർ, ഇത് എത്രമാത്രം ദൂരവ്യാപകമായി ശരിയായ ഒരു കാഴ്ചപ്പാടായിരിക്കും എന്നൊരു പ്രശ്നം, അത് ധനതത്വ ശാസ്ത്രജ്ഞർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്. പ്രൊഡക്റ്റീവ് ആണോ? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കട്ട് ചെയ്തിട്ട് നിങ്ങൾ പണം ആളുകൾക്ക് കയ്യിൽ കൊടുക്കുകയാണ്, അവരുടെ ജീവിതം അതുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്ന് വെക്കാണ് വെൽഫെയർ മെഷർ എന്ന് പറയുന്നു. എത്രമാത്രം ഉൽപാദനപരമാണ് ഈ മോഡൽ? എത്ര കാലം തുടരാൻ കഴിയും? ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ചോദ്യങ്ങൾ അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. മിസ്റ്റർ അഭിലാഷ്, അതിനിടയിൽ തന്നെ ഈ കോൺഗ്രസിന്റെ പ്രതിനിധി ചർച്ചയുടെ ഇടയ്ക്ക് പറഞ്ഞു, ഈ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലവും LDF സർക്കാരിന്റെ കാലവും താരതമ്യപ്പെടുത്താൻ ഒരു ഡിബേറ്റ് വെച്ചാൽ തയ്യാറാണെന്ന്. അങ്ങോട്ട് ഞാൻ പറയുന്നു, ഏത് സമയം ഏത് ദിവസം നിശ്ചയിച്ചോളൂ, ഏത് സ്ഥലത്തും വരാം.
ഈ ഗവൺമെന്റുകളെ താരതമ്യപ്പെടുത്താൻ എന്ത് ഡിബേറ്റിന്റെ ഭാഗമായി മാറാനും വസ്തുതകൾ അവതരിപ്പിക്കാനും ഞാൻ തയ്യാറാണ്. കോൺഗ്രസ് പ്രതിനിധി സമയം നിശ്ചയിച്ചോട്ടെ. 2 UDF ഗവൺമെന്റിന്റെ കാലത്ത് പെൻഷന് 400 കോടി രൂപ. ഒറ്റ മിനിറ്റ്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 37,000 കോടിയാ. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഇപ്പോൾ 40,000 കോടി കഴിഞ്ഞു. അതായത് പെൻഷന് വേണ്ടി UDF ചെലവഴിച്ചതിന്റെ 4 ഇരട്ടി ഒന്നാം പിണറായിയും രണ്ടാം പിണറായി 5 ഇരട്ടിയും ആയി കഴിഞ്ഞു എന്നത് ഞാൻ ഒന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. പിന്നെ ഈ പറഞ്ഞത് പശ്ചാത്തല വികസന രംഗത്ത് ഒരു കുറവും വരില്ല, വിപ്ലവകരമായ മാറ്റം. ഇപ്പൊ നമുക്കറിയാം, ദേശീയപാത, ജല മെട്രോ, അതുപോലെ തന്നെ തീരദേശ ഹൈവേ, മലയോര ഹൈവേ, ക്ലാസ് മുറികൾ ഹൈടെക്കായി മാറിയതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ ക്ഷേമ പദ്ധതികളിൽ ഒരു കുറവും വരില്ല, വികസന അജണ്ടയിലും ഒരു കുറവും വരില്ല. അപ്പോൾ പശ്ചാത്തല വികസന രംഗത്തെയും വികസന അജണ്ടയെയും ക്ഷേമ പദ്ധതികളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകും. കേന്ദ്രം എത്ര സഹായം തന്നില്ലെങ്കിലും ജനങ്ങളെ വിശ്വാസത്തെടുത്തുകൊണ്ട് പോകും, ഒരു കുറവും വരില്ല. ഇതിനെക്കുറിച്ചെല്ലാം കൃത്യമായ മാനേജ്മെന്റോട് കൂടിയിട്ടാണ് പ്രഖ്യാപിച്ചത്. ഒരിക്കലും അടുത്ത ഗവൺമെന്റ് വന്ന് കൊടുക്കട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല, ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കാരണം ഈ ഗവൺമെന്റിന്റെ തന്നെ ഭരണ തുടർച്ചയാണ്. അതുകൊണ്ട് ഇത് സാമ്പിൾ വെടിക്കെട്ടാണ്. ഇനി 6 മാസം കൂടിയുണ്ട്. യഥാർത്ഥ വെടിക്കെട്ട് വരാൻ പോകുന്നേ ഉള്ളൂ. 900 കാര്യങ്ങളിൽ 900 പൂർത്തീകരിക്കും. സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതുകൊണ്ട് ഏറ്റവും സംതൃപ്തിയോടെ, അഭിമാനത്തോടെ, ഒരു വർഗീയ കലാപങ്ങളും ഇല്ലാതെ അന്തസ്സോടെ ജീവിക്കാൻ പറ്റിയ ഒരു സാമൂഹ്യ സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കാൻ ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ്. അത് കൃത്യമായി നടപ്പാക്കും. ലോകത്തെ ഏറ്റവും മികച്ച സംസ്ഥാനമായിട്ട് ഈ കേരളത്തെ മാറ്റും. എല്ലാം നമ്മൾ അതിജീവിക്കും. ഏറ്റവും നന്നായി മുന്നോട്ട് പോകും. ശരി, നമുക്ക് എന്തായാലും ഇത് സാമ്പിൾ വെടിക്കട്ടെ ആയിട്ടുള്ള അന്തസ്സോടെ ഭരിക്കാൻ പറ്റുന്ന ഈ സംഘപരിവാറിന് മുന്നിൽ അന്തസ് കീഴ്പ്പെടുത്തിയ സർക്കാരാണെന്നേ. സംഘപരിവാറിന് മുമ്പിൽ അന്തസ് പണയം വെച്ച ഒരു സർക്കാരിന്റെ ആ ഡിബേറ്റ് കഴിഞ്ഞ ഒരു ഡിബേറ്റ് ആണല്ലോ. PM ശ്രീ ഒന്നിപ്പോ നിലവിലില്ലല്ലോ. എന്തായാലും വളരെ നന്ദി 3 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിച്ചു. നമസ്കാരം.